morning and welcome to A&M Express powered by Time Express Cargo. ഞാൻ ആതിര. ഞാൻ മുരുകേഷ്. So welcome. അങ്ങനെ ഇവിടെ ഞാൻ സ്റ്റുഡിയോയിൽ കൃത്യമായി വന്നു, നേരത്തെ വന്നു, എല്ലാം സെറ്റ് ചെയ്ത് നിന്നു. പക്ഷേ മുരുകേഷ് എന്നത്തെയും പോലെ വളരെ വളരെ ലേറ്റ് ആയിട്ട് വന്ന് അതിന്റെ അഹങ്കാരം തീരെ ഇല്ലാതെ ഇവിടെ നിൽക്കുകയാണ്. പറഞ്ഞു കഴിഞ്ഞാ ഇവക്ക് അയ്യെ കിടക്കുന്ന ഒരു ബെഡ്ഷീറ്റ് എടുത്ത് ഇങ്ങനെ മൂടി ഇനി വന്നാൽ നമുക്ക് ഷർട്ട് തേക്കണം അല്ലേ? ഷർട്ടും തേച്ച് ഇപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ വന്ന് കയറിയപ്പോഴത്തേക്ക് എന്നായിപ്പോയി. വീട്ടും കൂടെ ലൈറ്റ് ഇട്ടില്ലായിരുന്നു. ഞാൻ ചോദിച്ചു എന്തിന് ഇത്രയും മേക്കപ്പ് ഇട്ടത്? വീട്ടിൽ ലൈറ്റ് കുറവായിരുന്നു. നിന്റെ വീട്ടിൽ ലൈറ്റ് കുറവായിരുന്നു, നമ്മളെ സഹിക്കണം. മേക്കപ്പ് നന്നായി ചെയ്തു. ബെസ്റ്റ് ആയിട്ടുണ്ട്. ഡിസൂസ ആങ്ക് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. അസൂയക്കും കഷണ്ടിക്ക് മരുന്നില്ല. പക്ഷെ ആ കഷണ്ടിക്ക് ഇടയ്ക്ക് മുരുകേഷ് എന്തോ മരുന്നല്ല, എന്തോ ഒരു കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണ് നിങ്ങൾ കാണുന്നത് മുരുകേഷ് കഷണ്ടി ഇല്ലാതെ. പക്ഷെ അസൂയ അതിന് മരുന്നില്ല. ഇവിടെ നര വെച്ചിട്ട് വന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഇനി ഞാൻ ഡൈ ചെയ്യുന്നു. അങ്ങനെ പറഞ്ഞില്ല, ഞാൻ ഈ കുറച്ച് നാളത്തേക്ക് ചെയ്യുന്നില്ല. ഇനി ഞാൻ ചെയ്യുന്നില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ സംഭവം എന്താണ്? മറ്റേ കമന്റ് ചെയ്തോണ്ടിരുന്ന ആൾക്കാരുണ്ടല്ലോ, ഓ ഏഞ്ചൽ ഹാർട്ടൊക്കെ ഇടുന്ന ആൾക്കാരെല്ലാം അങ്ങ് പോയി. പിന്നെ ഞാൻ എപ്പോഴും മുടി ആ നര വെച്ചിട്ട് കമന്റ് ചെയ്യാനുള്ള ആൾക്കാർക്കാണെങ്കിൽ എടുത്തും വായന അറിഞ്ഞുകൂടാ, കണ്ണും കണ്ടുകൂടാ. അപ്പൊ എന്തായാലും എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിളിക്കുന്ന നമ്മുടെ എല്ലാ കോളേഴ്സിൽ നിന്നും നമ്മൾ ഒരു കപ്പിൾ വിന്നറിനെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് ക്രോക്കഡോയിൽ പാർക്കിലേക്കുള്ള നമ്മൾ വിന്നേഴ്സിന്, അതെ വിന്നേഴ്സിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കപ്പിൾ എന്റെ ആ ഫ്ലോ തെറ്റിച്ചു പ്രൊഡ്യൂസർ. അല്ലെങ്കിൽ ഭയങ്കരമാണ്. പിന്നെ അല്ലാണ്ട് അതായത് ഒരു കപ്പിളിന് ടിക്കറ്റ്, പക്ഷേ ഇത് അഡൽട്ട് ടിക്കറ്റ്സ് ആയിരിക്കും. അതായത് നിങ്ങളുടെ കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഓക്കെ, എല്ലാവരും പോയി കണ്ടു. കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പാർക്ക്. നമുക്ക് കുറേ ഉണ്ട് നടന്ന് കാണാനായിട്ട്. അപ്പം നടന്ന് അവരെയൊക്കെ കണ്ട് അവരെ ഫീഡ് ചെയ്യുന്ന ആ സമയത്ത് പോവുകയാണെങ്കിൽ അവരെ ഫീഡ് ചെയ്യുന്നത് കാണാം. അത് കഴിഞ്ഞ് അവിടെ ഒരു ചെറിയൊരു കഫേ ഉണ്ട്, അവിടെ പോയി ഇരുന്ന് കാപ്പിയും ചായയൊക്കെ കുടിക്കാം അല്ലേ? അതായത് സുരേഷ് ഗോപിയും മധുവിനെയും കണക്കുള്ള മുതല തൊട്ട് ഇങ്ങേറ്റം ധർമ്മജനെ വരെ അത്രയില്ല. നല്ല ഭീകര മുതലകളാ, കുഞ്ഞുങ്ങളാണ്. കാരണം അത് ആ സൈസ് എല്ലാം വലിയ സൈസാ. നടക്കാനൊന്നും അതായത് മുരുകേഷ് അവരെ വെല്ലുവിളിക്കാന്ന് പറഞ്ഞു പോയതാ. മുരുകേഷ് അവിടെ ചെന്നപ്പോ ഷൂ. ഇതിന്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആതിര ശരിക്കും പറഞ്ഞ ഒരു പച്ച കവറോളൊക്കെ ഇട്ടാണ് വന്നത്. അതുകൊണ്ട് എന്നിട്ട് സ്റ്റൈലിൽ തൊപ്പ് ഇങ്ങനെ ഇതൊക്കെ ഇട്ട്, പിന്നെ ഇവക്കുണ്ട് മലവണ്ടിന് കണക്ക് ഒരു കണ്ണാടിയുണ്ട്. അത് എവിടെ നിന്ന് പോയി വാങ്ങുന്നത് എനിക്കറിയാൻ വേണം. ശരിക്കും നമ്മള് ഈ മലവണ്ടെന്ന് കണ്ടിട്ട് വലുത് കൊമ്പൻ ജല്ലി എന്നൊക്കെ പറയും. അന്ന് ഞാൻ വെച്ച നല്ല ചെറിയ കണ്ണാടിയായിരുന്നു. അല്ലല്ലോ, വലിയ പിന്നെ എന്റെ മുഖം തീരെ ചെറുതായി പോയി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് നമ്മുടെ നാട്ടിൽ നിന്ന് പക്കിക്കുറ്റം പിടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആതിര പച്ച ഡ്രസ് ഇട്ട് ഇങ്ങനെ നിന്നപ്പോൾ കാണാം അവിടെ നിന്ന് ആൺ മുതൽ ആതിര നോക്കിയിട്ട് ഇങ്ങനെ കാണിച്ചു. ഞാൻ കണ്ടതാ. ആയിക്കോട്ടെ, ആൺ മുതൽ തന്നെയല്ലേ. എന്നിട്ട് ആ മുതലയുടെ മൂക്കിന്റെ പകുതി ഇല്ല. ഞാൻ ആതിര എന്റെ അടുത്ത് പറയൂ, കഷ്ടം, ആ മുതിര കണ്ടോ ഇങ്ങനെ മുരുകേഷിന്റെ അതേ കയ്യിരിപ്പുള്ള മുതലായിരുന്നു. അതിന്റെ മൂക്കിന്റെ പകുതി ഇല്ല. വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരു മുതലയാണ്. അപ്പൊ പിന്നെ നമുക്ക് വേറൊരു വിശേഷം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ വിഷു പ്രമാണിച്ച് അമ്മ വീട് ക്ലാരിഷ് ഹോട്ടൽ അമ്മ വീട് നടത്തുന്ന വിഷു പരിപാടികളെ കുറിച്ചാണ് പറയാനുള്ളത്. അതായത് ഏപ്രിൽ 13 ഷാർജ എക്സ്പോ സെന്ററിൽ വെച്ചിട്ട് അല്ല, അതൊക്കെ മറന്നു. എല്ലാം ഒന്ന് അപ്ഡേറ്റഡ് സമയത്തിന് വന്നാലും ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അതെ, ഏപ്രിൽ 13 രാവിലെ കൃത്യം 10 മണിക്ക് മത്സരം ആരംഭിക്കുന്നതാണ്. അതായത് 13 രാവിലെ 10 മണിക്ക് പായസ മത്സരവും വിഷുക്കണി മത്സരവുമാണ് നടക്കുന്നത്. അപ്പം ഈ രണ്ട് മത്സരത്തിനുള്ള ഗ്യാസ് അമ്മ വീട് ക്ലാരിഷ് ഹോട്ടൽ അമ്മ വീട് വെച്ചിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത്. അതായത് പായസ മത്സരത്തിനായിട്ടുള്ള ഗ്യാസും അടുപ്പും ഒക്കെ അവർ തരും. പക്ഷെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും പാത്രങ്ങളും ഒക്കെ നിങ്ങൾ കൊണ്ടുവരണം. ഏതെങ്കിലും ഒരു പായസ മത്സരത്തിൽ ഗ്യാസ് അടുപ്പും അല്ല, അവര് കൊണ്ടുവരാൻ പറയും. അത് വെച്ചോണ്ട് വരാൻ പറയും. നിങ്ങൾ മത്സരത്തിൽ അയ്യോ, അങ്ങനെ ഇഷ്ടം പോലെ മത്സരം ഇവിടെ നടക്കാറുണ്ടോ? ഒന്നും കൊതുമ്പ് ചൂട്ടല്ല, വെച്ചോണ്ട് വരാൻ. അതായത് വീട്ടിൽ നിന്ന് വെച്ചോണ്ട് വരാൻ. അങ്ങനെ നമ്മൾ അവിടെ ലൈവായിട്ട് പോയിട്ട് ഉണ്ടാക്കണം. ഉണ്ടാക്കാനുള്ള സൗകര്യം അവിടെ ഉണ്ടാവും. പക്ഷെ അതിന്റെ ഇൻഗ്രീഡിയൻസ് പാത്രങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരണം. അതുപോലെ തന്നെ വിഷുക്കണി മത്സരത്തിനും ഓബിയസ്ലി വിഷുക്കണി മത്സരമാകുമ്പോൾ അതിന്റെ സാധനങ്ങൾ നിങ്ങൾ തന്നെ കൊണ്ടുവരാം. അത് 13 രാവിലെ 10 മണിക്ക് കൃത്യം 10 മണിക്ക് തന്നെ ക്ലാരിഷ് ഹോട്ടലിൽ വെച്ച് നടക്കുന്നതായിരിക്കും. പിന്നെ അത് കൂടാതെ 14 വിഷു സദ്യ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞത് പോലെ നമ്മുടെ 10 അമ്മമാരെ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് അവരെ ദുബായിയൊക്കെ കാണിച്ച്, അപ്പോൾ അവരോടൊപ്പം ഒരു വിഷു സദ്യയും ഉണ്ട്. മല്ലിക സുകുമാരൻ ആണ് വിശിഷ്ട അതിഥിയായി എത്തുന്നത്. ദിനേശ് പണിക്കർ ഉണ്ടല്ലോ.
അറിയില്ല. അപ്പൊ എന്തായാലും ഈ മത്സരാർത്ഥികൾക്കൊക്കെ സമ്മാനം, അതായത് വിഷുക്കണി മത്സരത്തിന്റെയും പായസ മത്സരത്തിന്റെയും ഫസ്റ്റ് പ്രൈസ് വിന്നേഴ്സിന് അമ്മമാരുടെ ഒപ്പം തന്നെ വിഷു സദ്യ കഴിക്കാനുള്ള ഒരു അവസരവും നൽകുന്നതാണ്. അപ്പം ഇത് മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ ഇപ്പൊ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. മാത്രമല്ല അമ്മമാർക്ക് എന്തെങ്കിലും സമ്മാനങ്ങളോ ഒക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അമ്മ വീട് റെസ്റ്റോറന്റുമായിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതെ. പിന്നെ 14-ാം തീയതി, അതായത് വിഷു സദ്യ നടക്കുന്നത് 14-ാം തീയതിയാണ്. 14-ാം തീയതി നമ്മുടെ കൃഷ്ണവേഷ മത്സരമുണ്ട്. അപ്പൊ അതും പങ്കെടുക്കാൻ താല്പര്യമുള്ള 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയാണ് നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. പോവായിരിക്കും, അവിടെ പോയി നിൽക്കേ, പിള്ളേർക്കൊരു പ്രോത്സാഹനായിക്കോട്ടെ. പിള്ളേരെ കൊണ്ട് പാടിക്കാന്ന് വിചാരിച്ചാണ് ഞാൻ. കണ്ടു ഞാൻ കൃഷ്ണനെ, ഗോപാലകൃഷ്ണനെ കൊണ്ടൽ വിഷയം ഈ പാട്ട് കേൾക്കണ്ട. നമ്മുടെ ഫസ്റ്റ് കോളർ റെഡിയാണെന്ന് ഞാൻ കേട്ടു. മാലിക് ആണെന്ന് പറഞ്ഞു ഇറങ്ങി ഓടിയാലെന്ന് വിചാരിച്ചാണ്. പിന്നെ പോട്ടെ, പാവമുള്ള പയ്യൻ മാലിക്. ഹലോ 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 ഗുഡ് ഈവനിങ് മാലിക്. ഗുഡ് ഈവനിങ്. എന്തുണ്ട് മാലിക് വിശേഷം? മാലിക്കിന്റെ ഫ്രണ്ട് റിക്വസ്റ്റ് നോക്കി നോക്കി ഞാൻ തളർന്നു, ഞാൻ കണ്ടതേ ഇല്ല. ആതിരയുടെ ഫേസ്ബുക്ക് പേജ് ആണോ ഫേസ്ബുക്ക് അക്കൗണ്ട് ആണോ? രണ്ടും ഉണ്ട്. എനിക്കിപ്പം ഉള്ളത് മറ്റേ ഡിജിറ്റൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് ആണെന്ന് തോന്നുന്നു. അല്ലല്ല, അതില് അയച്ച ചിലപ്പോ ഞാൻ കാണില്ല, അത് അത്ര ആക്റ്റീവ് അല്ല. ഇപ്പൊ എല്ലാരും അങ്ങനെ തന്നെയല്ലോ, ഡിജിറ്റൽ ക്രിയേറ്റേഴ്സ് ആണ്. ആക്ച്വലി ഇവരുടെ പ്രോബ്ലം ക്രിയേറ്റേഴ്സ് ആണ്. അങ്ങനെ വേണം ഇവിടെ, പ്രോബ്ലം ക്രിയേറ്റേഴ്സ്. അല്ല, ഫേസ്ബുക്ക് അക്കൗണ്ട് തപ്പിയിട്ട് കിട്ടിയില്ല. കിട്ടണ്ടാണല്ലോ. ഏറ്റവും എനിക്ക് ആദ്യം വരുന്നത് എന്റെ അക്കൗണ്ട് ആണല്ലോ. മാലികേ, ഈ ഏജ് ക്രൈറ്റീരിയ ഇട്ടിട്ടുണ്ട്, ബ്ലോക്ക് ചെയ്തേക്കാണ് മാലിക്കിനെ. ഓ അങ്ങനെ. ചുമ്മാ അങ്ങനെയൊന്നുമില്ല കേട്ടോ മാലിക്. മാലിക് ഈദ് അവധിക്ക് എന്താ പ്ലാൻ? ചിലപ്പോൾ യുബിഎൽ സ്റ്റുഡിയോയിലോട്ട് വരാതിരിക്കാം. ഇത്രയും 10 ദിവസത്തെ അവധിക്ക് വരാൻ പറ്റിയത് യുബിഎൽ സ്റ്റുഡിയോ മാത്രമാണോ? ഇവിടെ ആരും കാണത്തില്ല, നമ്മൾ അവധിക്ക് പോകത്തില്ലേ? പക്ഷെ എനിക്ക് 2 ദിവസം അവധിയേ ഉള്ളൂ. അയ്യോ ആണോ? അതെന്ത് പറ്റി? ഓച്ചോ, അതെന്താ? ഏവിയേഷൻ സെക്ടർ ആയതുകൊണ്ട്. ശരിയാ. നിങ്ങൾക്ക് അതൊന്നും അറിയില്ലേ? നിങ്ങൾ ഏവിയേഷൻ സെക്ടർ അല്ലേ? അതെന്ത് പറ്റി? നീ ഷിഫ്റ്റിലാ വർക്ക് ചെയ്യുന്നത്? ഷിഫ്റ്റിലല്ല, ഞങ്ങളുടെ ടീം മെമ്പർ ഒരാള് അവധിക്ക് പോയിരിക്കുക. അപ്പം അയ്യോ, അപ്പൊ അത് സാരമില്ല. വീക്കെൻഡും പിന്നെ ഇടയ്ക്ക് 2 ദിവസം കിട്ടുമായിരിക്കും അല്ലേ? അതായത് 9-10 പെരുന്നാളിന്റെ അന്ന്. ഓക്കെ. പക്ഷെ നമ്മൾ ആ സമയത്ത് ഇവിടെ യുബിഎൽ കാണത്തില്ല കേട്ടോ. ഇവിടെ നമുക്ക് അവധിക്ക് പോകണ്ടേ? നമുക്ക് ഒരാഴ്ചത്തെ അവധി കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വന്ന ബോർഡിന്റെ മുമ്പിൽ സെൽഫി എടുത്തിട്ട് പോവാം. പിന്നെ ഉമ്മ എന്ത് പറയുന്നു? ഉമ്മ ഉണ്ട് ഇവിടെ. നമ്മൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് വന്നേനെ കേട്ടോ, ബിരിയാണി കഴിക്കാൻ. മുരുകേഷ് എവിടെ പോകുന്നു? ഞാൻ ബാലി. ബാലി പോകുന്നാ? ഓക്കെ. അപ്പൊ എന്തായാലും മാലിക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഗസ് ദ മൂവിയാണ് കേട്ടോ. മാലിക്കിന് നിസ്സാരമായിരിക്കും, എന്തായാലും പറയാം. മുകേഷ്, സുരേഷ് ഗോപി, സിദ്ദിഖ് ഇന്നസെന്റ്, മാത്യു നൈനാൻ കോശി. ഇതെനിക്ക് അറിയാവുന്ന മാത്യു നൈനാൻ കോശി പടമാണ്. പക്ഷേ മുകേഷ്, സുരേഷ് ഗോപി ഓർമ്മ വരുന്നില്ല. സിദ്ദിഖ് ഇന്നസെന്റ്, മാത്യു നൈനാൻ കോശി, മുകേഷ് ഇന്നസെന്റ്, സുരേഷ് ഗോപി, സിദ്ദിഖ്. കൗതുക വാർത്തകൾ അയ്യോ, കൗതുക വാർത്തകൾ തന്നെ ഏത് സിനിമയാണ്? എന്തോ നിനക്ക് 2 ദിവസം അവധി തരാൻ പാടില്ല. മറ്റേ ഉർവശിയുള്ള സിനിമയാണോ? മറ്റേ പ്രേമിക്കാൻ പോകുന്ന മുകേഷ് ഒരു എന്താണ് ഫ്ലേർട്ട് എന്നുള്ള രീതിയിൽ. മനസ്സിലായി. നിന്നെ 2 ദിവസം അവധിക്ക് വിടരുത് എത്തിഹാദ്. ഈ ബുദ്ധി അവിടെ ഉപയോഗിക്കണം അവര്. അടിപൊളി. അപ്പൊ എന്തായാലും മാലിക്കിന്റെ പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട്. സമ്മാനം ലഭിക്കുകയാണെങ്കിൽ ആന്റിയും കൊണ്ട് ക്രോക്കഡോയിൽ പാർക്ക് പോയി കാണാം. മാത്രമല്ല കൈവരിയിലും ചെന്ന് ചാരി നിന്ന് കളയും, ദൂരെ നിന്ന് കണ്ടാ മതി കേട്ടോ. ഓക്കെ, ബൈ. അപ്പൊ എന്തായാലും അഡ്വാൻസ് ഈദ് മുബാറക് കേട്ടോ. മാലിക്ക് നടന്നു പോകുമ്പോഴേ ക്രോക്കഡൈൽ പറയും ഫ്രഞ്ച് ഫ്രൈസ് പോണെന്ന് പറയും. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ. ആരാണ് ക്ഷണിച്ചിട്ട്? ഹലോ, ഗൗതം. ക്രിക്കറ്റ് കളിച്ചിട്ട് ഓടി വന്നതായിരിക്കും അല്ലേ? കഴിഞ്ഞ ആഴ്ച അമ്മ വിളിച്ചിരുന്നല്ലോ. അമ്മ നന്നായിട്ട് പാടി തന്നു. ക്രിക്കറ്റ് കളിക്കാൻ പോയി. അമ്മയെ വിളിക്കാൻ സമ്മതിക്കൂല. ഗൗതം പാടാൻ പിന്നെന്താ അല്ലേ? ഗൗതം പാട്ട് പാടുവോ? പാടും. എന്നാ ഒരു പാട്ട് കേൾക്കട്ടെ. നമ്മളും കൂടെ തീരുമാനിക്കട്ടെ പാടുമല്ലോ. അതെ, വീക്കെൻഡ് ഒക്കെ തുടങ്ങിയല്ലേ? ഇഷ്ടമുള്ള പാടാണ്. പിന്നെ വീക്കെൻഡ് ഒക്കെ തുടങ്ങുന്നതിന് ഒറ്റമേനെ കാണുന്ന പോലെ എന്തെങ്കിലും ഒന്ന് കേൾക്കണം.
മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി അതിനത്ര ഗൗരവം എന്തിനു? നനഞ്ഞോടിയൻ കൊടക്കീഴിൽ നീ വന്ന നാൾ കാറ്റാല നിൻ ഈറൻമുടി തോളോട് തോൾ ചേർന്നില്ലയോ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്ന നാൾ. അടിപൊളി. നടൻ ജനാർദ്ദനൻ പാടിയത് നമ്മൾ മറ്റേ വാട്സപ്പിൽ 3 സ്പീഡ് ഇട്ട് കേട്ടാ എങ്ങനെ ഇരിക്കും? അതുപോലെ ഉണ്ടായിരുന്നു. നമ്മളെ നടൻ ജനാർദ്ദനല്ലേ, പുള്ളി പാടിയത് മറ്റേ വാട്സപ്പിൽ 3 സ്പീഡ് ഇട്ട് കേൾക്കണം, എങ്കിൽ ഈ ശബ്ദത്തിൽ കേൾക്കാം. അയ്യോ, അടിപൊളി. സംസാരിക്കുന്നത് എന്ത് സ്വീറ്റ് ആണല്ലേ. അല്ലല്ല, അതേ ശബ്ദം തന്നെ പാട്ട് പാടുമ്പോഴും ആ ഒരു മുഴക്കമുണ്ട് ഒരു ശബ്ദം. 14 വയസ്സ് 15 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ജനാർദ്ദന ഇങ്ങനെ ആകും. ഗൗതം ഇന്ന് മുകേഷ് അങ്കിളിന്റെ എന്റെ ടീമിലാണ്. ടീമിലാട്ടോ, അങ്കിളല്ല ചേട്ടൻ. എന്താ അങ്കിള് തന്നെ, പിന്നെ അപ്പൂപ്പനാവാനുള്ള പ്രായമുണ്ട്. ഓക്കെ മോനെ, ഗസ് ദ മൂവി ആണേ. മൂവി അല്ലേ? മോഹൻലാൽ, ശ്രീനിവാസൻ, നെടുപിടി വേണു, സുരാജ് വെഞ്ഞാറമൂട്. സർക്കാർ ഓഫീസും കൈക്കൂലിയുമാണ് വിഷയം. സർക്കാർ ഓഫീസ് കൈക്കൂലിയും. കൈക്കൂലി. മോഹൻലാല്, നെടുമുടി വേണു, ശ്രീനിവാസൻ, സുരാജ് വെഞ്ഞാറമൂട്. അച്ഛനോടൊന്ന് ചോദിക്കട്ടെ. അച്ഛനോട് ചോദിക്കും. ടൈം കഴിയാനായി ഗൗതം. ഏത് പറ? ഒരു നാൾ വരും. ഓ, അച്ഛൻ പറഞ്ഞു തന്നതാ? അടിപൊളി, മിടുക്കൻ. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ഗൗതമിന്റെ പേരും ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഗൗതം മറ്റേ ഇതില്ലേ, അപ്പൊ എനിക്ക് കിട്ടി മറ്റേ അച്ഛൻ പറഞ്ഞു മറ്റേ ശ്രീനിവാസ്, മറ്റേ അമിക്കസ് ക്യൂരി, അതാണോ? ഓ, അത് ഇവിടെ സ്വർഗാണ്. ഇത് ഏതാണോ? എന്തോ ഒരു നാൾ വരും. ഓക്കെ, ഇല്ല ഒന്നുമില്ല, വേറെ എന്തോ. അപ്പൊ എന്തായാലും ഗൗതമിന്റെ പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്താ സമ്മാനം എന്നറിയാലോ? അച്ഛനും അമ്മയ്ക്കായിരിക്കും കിട്ടുന്നത്. എക്സാക്ട്ലി. പക്ഷെ അത് ഗൗതമിനല്ല, അച്ഛനും അമ്മയ്ക്കും ആയിരിക്കും. കാരണം അഡൽട്ട് ടിക്കറ്റ്സ് ആണ്. കൂടെ ഗൗതമിന് ടിക്കറ്റ് എടുത്ത് കൊണ്ടുപോകാൻ പറഞ്ഞാൽ മതി. ഓക്കെ, അവിടെ ചെന്ന് ഈ 2 പാട്ടങ്ങ് പാടിക്കൊടുക്കും. അപ്പൊ എന്താ ലക്കി ഡ്രോ ആണ്, കിട്ടൂല്ലെന്ന് ലാസ്റ്റ് വരെ നോക്കാം. ഇല്ലില്ല, എന്റർടൈൻഡ് ആവും. മുരുകേഷിനെ കണ്ടിട്ട് കടിച്ചിട്ടില്ല, അതുകൊണ്ട് മുതലേക്ക് ഇച്ചിരി പക്ഷെ എനിക്ക് അന്തം വിട്ടത് അതല്ല, മുതലയുടെ മുഖത്ത് എക്സ്പ്രഷൻ ആണ് ആദ്യം കണ്ടപ്പോ. ടി ജി രവി കണക്ക്. ഞാൻ അങ്ങനെയാണ്, എവിടെ ചെന്നാലും അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറും. അതുകൊണ്ടൊന്നല്ല മുതലേ കണക്കല്ലേ ഇരിക്കുന്നത് നീ, മാത്രമല്ല പച്ച ഡ്രസ്. അപ്പൊ എന്തായാലും മോനെ, ബ്രേക്ക് പോയി ക്രിക്കറ്റ് ഒക്കെ നന്നായി കളിച്ച് അടിച്ചു പൊളിക്കട്ടാ. ബൈ ഗൗതം. ബൈ. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ഈദ് വിഷസ്. കാരണം ഇനിയിപ്പോ നമ്മൾ ഈദ് കഴിഞ്ഞിട്ടേ വരുള്ളൂ അല്ലേ? തീർച്ചയായിട്ടും. എന്താ ഇത് ബാലി പോകുന്നു അല്ലേ? അപ്പൊ എന്തായാലും ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഷൈലാൻഡി. അപ്പൊ ഈ മോന് ലീവില്ല അല്ലേ? ഈദിന് എന്താണ് ആന്റി പരിപാടി? എന്നാലും ആ 2 ദിവസം നമുക്ക് എന്തെങ്കിലും ചെയ്യാലോ. ബിരിയാണി വെക്കും, പുറത്തിറങ്ങണം. ദുബായിലേക്ക് വരുന്നു എന്ന് മാലിക് പറഞ്ഞു. കഴിഞ്ഞ തവണ ഈദ് ചൂടത്തായിരുന്നു അല്ലേ? നോമ്പും നല്ല ചൂടിലായിരുന്നു. ഇപ്പം നല്ല കാലാവസ്ഥ. അതെ. അപ്പൊ എന്തായാലും 5 ദിവസം ഇവിടെ യു എ കിട്ടിയവർക്കും ഭാഗ്യമാണ്. അവർക്ക് യു എയിലും പല സ്ഥലത്തും പോവാം. അതെ, അങ്ങനെ. അതെ. അപ്പൊ ആന്റി ഇന്ന് എന്റെ ടീമിലാണേ. അതെ ആന്റി. മുരുകേഷ് എന്താ വേണ്ട, അത് ചെവി കേട്ടൂടാ ആന്റി, വയസ്സായിക്കൊണ്ടിരിക്കുകയില്ല. ഞാൻ ഇവിടെ ശ്രദ്ധിക്കുമായിരുന്നു. അപ്പൊ ആന്റി ഗസ്റ്റ് സോങ് ആണ് കേട്ടോ. ആന്റി വെച്ച നല്ല പാട്ടാന്ന് തോന്നുന്നു. ജയൻ, സീമ, ജനാർദ്ദനൻ, ശ്യാം. ജയൻ, സീമ, ജനാർദ്ദനൻ, ശ്യാം. പാർട്ടി ആൻഡ് മാലമോഷണം. മറ്റേ ഈ ഡയലോഗ് ഇതിലല്ലേ? ഏത്? നിന്നെ തല്ലി അല്ല വീണ് കിടക്കുന്നേ അടിക്കുന്നതാണ്. പെൺകുട്ടികളെ അതല്ല. ഏതാണ്? ജയൻ, സീമ ഇവർ രണ്ടുപേരും അഭിനയിച്ചതാണ്. ജനാർദ്ദനൻ എന്നിവർ അഭിനയിച്ചു. ശ്യാമിന്റെ മ്യൂസിക്. പാർട്ടി ആൻഡ് മാലയാണ് മോശം. പാർട്ടി മാല മോശം.
ജെയിംസിമ കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരി മാൻമിഴി മലർശരമെയ്തു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ സ്വപ്നങ്ങൾ ഉണരും നശിപ്പിച്ച് മാധുരി ഗന്ധർവസ്വരമാധുരി നശിപ്പിച്ച് അപ്പൊ അതായിരുന്നു കാണാൻ പോയപ്പോഴത്തേക്കാണ് ഒരു കമോൺ ഇരുപടി അതിന്റെ ഇടയ്ക്ക് ഇറങ്ങുന്നത്. പക്ഷെ ഈ പടമൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം പഴയ ചിത്രങ്ങൾ. പക്ഷെ ജയന്റെ പാട്ട് എന്ന് പറയുമ്പോ പെട്ടെന്ന് ഈ പാട്ട് ഓർമ്മ വരാലോ. അതെ അതെ, ജയന്റെ മാസ്റ്റർ പീസ് ആണല്ലോ ഈ പാട്ട്. പക്ഷെ ജയന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണെന്ന് അറിയാം? കുമ്പിൽ കിളുക്കും കെട്ടി അങ്ങനെ ലിറിക്സ് അങ്ങനെയല്ല കേട്ടോ. അങ്ങേരുണ്ടായിരുന്നു ഇപ്പൊ ചാടി ഇങ്ങനെ നമ്മളെ കഴുത്തി പിടിച്ചേനെ. അപ്പൊ ആന്റി അഡ്വാൻസ് ഈദ് മുബാറക്. ജയന അഭിനയിച്ച സിനിമകൾ നോക്കൂ നീ. കരിമ്പന, പരുന്ത്, നീ ആ മനുഷ്യനെയാണ് വെള്ളരിക്കെന്ന് പറഞ്ഞു. ജയൻ ഫാൻസ് വിടരുത്. അതിന്റെ ലിറിക്സ് അറിയത്തില്ല, അതുകൊണ്ടാ. ഇതിന്റെ മാത്രം. ഹലോ ഹലോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ നമ്മളെ വിളിച്ചിട്ട് ഈ പറയട്ടോ, നിങ്ങൾ 9 ദിവസമാണ്, അതായത് 5, 4, 9 ആണ് 9 ദിവസം ലീവ് ഇട്ടിരിക്കുക. അല്ല അറിയില്ല, പ്രൈവറ്റ് സെക്ടറിന് ഈദ് അതായത് റമദാൻ 30 ഡേയ്സ് ആണെങ്കിൽ 9 ദിവസം. അല്ല, നമ്മൾ ഡിക്ലെയർ ആയി. നിങ്ങളല്ലല്ലോ, നമ്മൾ മൊത്തം പ്രൈവറ്റ് സെക്ടറിനെ ഉദ്ദേശിക്കുന്നത്. അല്ല, എല്ലാവർക്കും കൊടുക്കുവായി. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ മോനെ. ഹലോ ആന്റി. ആന്റി വന്ന ആന്റി സംസാരം കേൾക്കും എനിക്ക് ലാലേട്ടനെ ഓർമ്മ വരും അല്ലേ? ഓ ആന്റി, സുഖമാണ് ആന്റി. ആന്റി അപ്പൊ എന്താണ് ഇതിന്റെ പരിപാടി? 9 ദിവസം ലീവാണ്. ആ മോനെ, വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുക. വെറുതെ വെളിയിലൊന്നും കൊണ്ടുപോകില്ലേ റോണ? ആ, റോണ കൊണ്ടുപോകും. പിന്നെ ചൂടും ഒക്കെ കൂടി ആയിരുന്നു ഇങ്ങനെ ഇരിക്കുകയാണ്. ആ, എന്നാൽ ഇപ്പൊ കുഴപ്പമില്ല ആന്റി. എന്നാലും നമുക്ക് അത്ര ക്ലൈമറ്റ് ചൂടായിട്ടില്ലെന്ന്. പക്ഷെ പകല് ചൂടുണ്ടല്ലേ? നാട്ടില് ഭയങ്കര ചൂട് തന്നെ. നാട്ടില് ഭയങ്കര ചൂട്. അയ്യോ, നാട്ടില് സഹിക്കാൻ വയ്യ. അല്ല, നാട്ടിൽ പോകാതിരിക്കുന്നതാണ് നല്ലത്. അതെ. പിന്നെ എന്തൊക്കെയുണ്ട് ആന്റി വിശേഷം? മക്കൾ രണ്ടാളും സുഖമായിരിക്കുന്നില്ലേ? സുഖായിരിക്കും. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പരിപാടിയായിരുന്നു? നമ്മളിങ്ങനെ എവിടെയെങ്കിലും ഒക്കെ ഇങ്ങനെ പോവാന്നുള്ള പ്ലാനില്ല ആന്റി, നാട്ടിലോട്ടൊക്കെ. എങ്ങോട്ടെങ്കിലും ഒക്കെ ആ മോൻ ബാലി പോവാന്ന്. ബാലി പോവാനുള്ള ഒരു പ്ലാനിലാണ്. പരിപാടിയല്ലേ? ഓ, ശരി ആന്റി. അപ്പൊ നമ്മൾ എന്തായാലും ഈദ് കഴിഞ്ഞിട്ട് ഇനി വരുള്ളൂ. അതെ, ആ ഇനി നമ്മൾ പെരുന്നാളെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് ആന്റി നിൽക്കല്ലേ? മോൾ പോകുന്നില്ലല്ലോ? എന്തോ? മോള് പോകുന്നുണ്ടോ? ആ, ഞാനും പോകണ്ട ആന്റി. പോകുന്നുണ്ടോ? ആ, പോകുന്നുണ്ട്. ശരി. ഏ, രണ്ടാം കൂടി ഇപ്പൊ ഉണ്ടാവൂല അല്ലേ? ഇല്ല. ആദരയ്ക്ക് ഒരു വഴിപാടുണ്ട്, കാശി രാമേശ്വരമൊക്കെ ഒന്ന് പോണം. എന്താ, നല്ല കാര്യല്ലേ? 50 വയസ്സിന് മുമ്പ് തീർക്കണം. അപ്പൊ ഈ ചിങ്ങം കഴിഞ്ഞ പാടാണ്, അതുകൊണ്ട് ജോത്സ്യർ പറഞ്ഞു ഇപ്പൊ തന്നെ പോണം. അടിച്ചു പൊളിച്ചു വാ. താങ്ക് യു ആന്റി. ആന്റി ഇവിടെ പറ്റുന്നത് പോലെ അടിച്ചു പൊളിക്കും. ആന്റി എന്തായാലും ഒരു ദിവസം ഇവിടെ വരണം കേട്ടോ. ആ മോനെ, ഞാൻ രണ്ടാളെ കാണും. തീർച്ചയായിട്ടും. അതെ. എനിക്ക് ആന്റി പറഞ്ഞ ഈ ബിഗ് ബോസിന്റെ കട്ട്സ് വരത്തില്ലേ, അപ്പൊ അത് പണ്ടത്തത് ഇപ്പോഴത്തേക്ക് വരുമ്പം അമ്മനെ എന്ന് വിളിക്കുമ്പോ എനിക്ക് ശരിക്കും ആന്റിയാണ് ഓർമ്മ വരുന്നത്. ആന്റി ഇന്ന് മുരുകേഷിന്റെ ടീമിലാട്ടോ. എന്റെ ടീമിലാണ് ആന്റി. അതെ, മോന്റെ കൂടെയാ. പറയട്ടെ ആന്റി, ഗസ്തി മൂവിയാണ്. ഇല്ല ആന്റി, ഞാൻ മാക്സിമം സഹായിക്കാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇരുന്ന 99% ചോദ്യങ്ങളുടെ ഉത്തരം നമുക്കറിയില്ല, അതാണ് കോമഡി. നമ്മളാണ് അപ്പുറത്തിരിക്കണമെങ്കിൽ നമ്മൾ പ്ലിങ്ങി പ്ലാച്ചി ചമ്മി പോയനെ എന്നും. അപ്പൊ ആന്റി ഇതാണ് ക്ലൂ. സുരേഷ് ഗോപി, ജഗതി, സിദ്ദിഖ്, വിജയരാഘവൻ. അതിന്റെ ഒരു ഡയലോഗാണ് തോന്നുന്നു. എ സെയിന്റ് ക്യാൻ, സുരേഷ് ഗോപിയുടെ 5 ഡയലോഗാണ്. എ സെയിന്റ് ക്യാൻ ബി എ റാസ്കൽ ബട്ട് എ റാസ്കൽ ക്യാൻ നെവർ ബി എ സെയിന്റ്. ഇത് അടിപൊളി. മോൻ പറയുന്ന മനസ്സിലാവുന്നില്ല. മോനൊന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്ക്. ശരി, കട്ടായി പോണം ആന്റി. സുരേഷ് ഗോപി ഉണ്ട്, ജഗതി ഉണ്ട്, സിദ്ദിഖ് ഉണ്ട്, വിജയരാഘവൻ ഉണ്ട്. ഇതിലെ പ്രധാന വില്ലൻ ഇവരാരും അല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, വില്ലനെ പറയാക്കൂല, ആ പേര് ഇതിലില്ല. ആ വില്ലനോട് സുരേഷ് ഗോപി പറയുന്ന ഡയലോഗാണിത്.
ഇതാ സിനിമയിലെ ഏറ്റവും ആ അടിപൊളി സിനിമയിലെ ഡയലോഗാണ്. ആൻഡ് ഈ ഡയലോഗിലുണ്ട് ഉത്തരം. പറയട്ടെ? പറയും മോനെ. എ സെയിന്റ് ക്യാൻ ബി എ റാസ്കൽ ബട്ട് എ റാസ്കൽ കാൺട്ട് നെവർ ബി എ സെയിന്റ്. Can't never be a saint. അങ്ങനെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. Can never be a saint. യാ, ബട്ട് എ റാസ്കൽ ക്യാൻ നെവർ ബി എ സെയിന്റ്. അതാണ് ശരിക്കും. ഇങ്ങനെ വരും അല്ലേ? അടിപൊളി. എനിക്ക് തോന്നുന്നു എന്റെ ആ ഒരു വിഹ്രിയിലായിരിക്കും ഞാൻ കിട്ടിയിട്ടുള്ളത്. കാണിച്ചു കൊടുത്തോണ്ടാ. എവിടെ? ഇങ്ങനെ ഞാനൊന്നും പറയില്ല. അപ്പൊ ആന്റി അടിപൊളി. എന്തായാലും ആന്റിയുടെ പേര് ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട്. സമ്മാനം അടിക്കുകയാണെങ്കിൽ ദുബായിൽ വന്ന് ക്രോക്കഡൈൽ പാർക്ക് കാണാൻ പോണം കേട്ടോ. എന്തായാലും അതിലേക്കാൾ വലുത് മക്കൾ രണ്ടാളെ കാണണം. അതാണ് ആന്റി പറഞ്ഞത്. ശരി ആന്റി, സന്തോഷം ആന്റി. ബൈ ആന്റി. ശബ്ദം കേട്ടപ്പോ തന്നെ ഓർത്തല്ലോ. അതെ ആന്റി. അപ്പൊ എന്തായാലും ഹാപ്പി ഈദ് ആന്റി. ഈദ് അടിച്ചു പൊളിക്കും. ശരി ബൈ ബൈ. ബൈ മക്കളെ. പോയി സന്തോഷമായിട്ട് നാട്ടിൽ പോയി വരിക. താങ്ക് യു ആന്റി, താങ്ക് യു. ബൈ. ഭയങ്കര പോസിറ്റീവ്. വന്ന് ഡോർ തുറന്ന് കയറിയ ഉടനെ നമ്മളെ കിട്ടെ അമ്മനെ അങ്ങനെ വിളിക്കണം ഇല്ലേ? ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണിത്? ഇത് കിരൺ. കിരൺ. കിരൺ, നല്ല പേര് കിരൺ. നമ്മുടെ ഷാരൂഖ് ഖാൻ വിളിച്ചോണ്ട് നടക്കുന്ന കിരൺ. ആ കിരൺ അല്ല? കിരൺ ടി വി ഉണ്ട്. കിരൺ അല്ലേ? തുഹമേരി കിരൺ. ഈ കിരൺ എന്ത് ചെയ്യണു? ഞാൻ ജബലലിൽ വർക്ക് ചെയ്യുന്ന അക്കൗണ്ട്. കിരൺ നമ്മളെ ആദ്യമായിട്ടാണ് വിളിക്കുന്നത് അല്ലേ? അതെ അതെ. ഈ പേരുള്ള ഒരാളെ തന്നെ നമ്മൾ ആദ്യമായിട്ട് വിളിക്കണേ കിരൺ. ഓ, എന്തൊരു ഓർമ്മ. ആയിനോ? എന്തായാലും ഈ തലക്കകത്ത് ഇത്രയൊക്കെ ഉണ്ടായിരുന്ന. അപ്പൊ കിരൺ നാട്ടിലെവിടെയാ? ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരി എന്നാണ് കേട്ടത്. ഞാൻ ചൈനയിൽ നിന്നാണ് ആദ്യം കേട്ടത്. കിരൺ, ചങ്ങനാശ്ശേരി. ഇത്ര നല്ലതായിട്ട് മലയാളം പറയും അല്ലേ? ആ മുരുകേശന്റെ നാട്ടിലുള്ള ചൈനക്കാരിപ്പം മലയാളം മാത്രമല്ല, അവർ എല്ലാ ഭാഷയുടെ തെറിയും പറയുന്നു. എയർപോർട്ടിലിരിക്കുന്ന എന്റെ സ്റ്റാഫ് പറയുന്നു. മലയാളത്തിലൊക്കെ ഒന്ന് വിളിച്ചിട്ട് പോകുന്ന അവര് വേറെ ഭാഷയിലായിരിക്കും വിളിക്കുന്നത്. നിങ്ങളുടെ അവിടെ ഇരിക്കുന്ന മലയാളികൾ വിചാരിക്കുന്ന അങ്ങനെ വിളിക്കുന്ന അല്ലെന്ന്. ചൈനക്കാർ എല്ലായിടത്തും ആയി കഴിഞ്ഞേ. ചൈനക്കാരെല്ലായിടത്തും ആവും. ഒന്നും പറഞ്ഞ ഒരു മലയാളം പഠിക്കൂ. ഇപ്പൊ ആതിര ഇവിടെ നിൽക്കുന്നു വെച്ചോ, ഒരു ചൈനക്കാർ അകത്ത് കയറി എന്നിട്ട് മൊബൈൽ എടുക്കുന്നു, ഫോട്ടോ എടുക്കും, തിരിച്ചു പോകുന്നു. അപ്പുറത്ത് ആതിര ഉണ്ടാക്കി. അത് ശരിയാട്ടോ. പിന്നെ കിരൺ, ഇവിടെ ആരൊക്കെ ഉണ്ട് കൂടെ വീട്ടില്? ഇവിടെ വൈഫും രണ്ട് കുട്ടികളും. രണ്ട് കുട്ടികൾ. എന്താണ് അവരുടെയൊക്കെ പേര്? വൈഫിന്റെ പേര് ലക്ഷ്മി, അജിത്ത്, ഗൗതം. ഓക്കെ ഓക്കെ ഓക്കെ. അകത്തുനിന്ന് പറഞ്ഞു തന്നു. അപ്പൊ എന്തായാലും കിരൺ ഇന്ന് മുരുകേശന്റെ ടീം. എന്റെ ടീമിലാ? അല്ല, സോറി, എന്റെ ടീമിലാണ്. ഏതാണ് ഇത്? റൗണ്ട്സ് ഗെസ് ദ മൂവി അല്ലെങ്കിൽ ഗെസ് ദ സോങ് ആയിരിക്കും. എന്താണ് നമുക്ക് നോക്കാം. ഗെസ് ദ മൂവിയാണ് കേട്ടോ. ഓക്കെ. ജയറാം, ജനാർദ്ദനൻ, ജഗദീഷ്, ശോഭന. കല്യാണം കഴിച്ചുള്ള പ്രതികാരം. ഈ സിനിമ എനിക്കറിയാം. സൂപ്പർമാൻ. സൂപ്പർമാൻ അല്ല, സോറി. സൂപ്പർമാൻ അല്ല. ജയറാം, ജനാർദ്ദനൻ, ജഗദീഷ്, ശോഭന. കല്യാണം കഴിച്ചുകൊണ്ട് ഒരു റിവെഞ്ച്. ജഗദീഷ്, ജയറാം, ജഗദീഷ്, ജനാർദ്ദനൻ, ശോഭന. സൂപ്പർമാനില് ശോഭന ഇല്ല. സൂപ്പർമാനിലെ ശോഭന ഉണ്ടല്ലോ. ഉണ്ട്, ശോഭനയാണ് നായിക. പോലീസ് ഓഫീസർ ആയിട്ടല്ലേ? ഓ ആണോ? സോറി. ബെഡ്ഷീറ്റും മൂടി ഇനി വരും. എന്നാ ഇതല്ല. ജയറാമ, ശോഭന, മേലപ്പറമ്പിലാണ് വീടല്ലോ അല്ലേ? അല്ല. എന്തായാലും ടൈം അപ്പ്. 2 അവസരങ്ങൾ കിട്ടി. മിന്നാമിന്നിങ്ങനെ മിന്നു കെട്ട്. അതെ, അത് പ്രതികാരമല്ലല്ലോ. മേലെപ്പറമ്പിലാണ് വീടല്. കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പീഡനം. അതെ. അപ്പൊ എന്തായാലും കുഴപ്പമില്ല കിരൺ. ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ബൈ. അപ്പൊ നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്ത് തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് വിളിക്കുന്ന എല്ലാ കോളേഴ്സിൽ നിന്ന് വിന്നേഴ്സ് ആവുന്നവരിൽ നിന്ന് നമ്മളൊരു ലക്കി വിന്നറിനെ തിരഞ്ഞെടുത്ത് അവർക്ക് ക്രോക്കഡൈൽ പാർക്ക് കാണാൻ പോകാനുള്ള ഒരു കപ്പിൾ ഇൻവൈറ്റ് ആണ് നമുക്ക് തരാൻ പോകുന്നത്. കപ്പിൾ ഇൻവൈറ്റ് എന്ന് പറയുമ്പോൾ അത് അഡൽട്സിന് മാത്രമുള്ള ടിക്കറ്റാണ്. നിങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് ടിക്കറ്റ് വേറെ എടുക്കേണ്ടി വരും. അപ്പം ക്രോക്കഡൈൽ പാർക്ക് നമ്മൾ പോയി കണ്ടു. ഒരു അടിപൊളി സ്ഥലമാണ്.
ഇറ്റ്സ് ലൈക്ക് ബ്യൂട്ടിഫുൾ 250 ക്രോക്കഡോയിൽസ് ഉള്ള ഒരു വാസ്റ്റ് ഏരിയ ആണ്. നമുക്ക് നടന്നു പോയി എല്ലാം കണ്ട് ക്രോക്കഡോയിലിന്റെ ഫീഡിങ് ടൈം പോവുകയാണെങ്കിൽ അവർ ഫീഡ് ചെയ്യുന്നത് കാണാം. അവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അവിടെ എല്ലാത്തിന്റെയും നമ്മുടെ പഴയ ഡൈനോസറിന്റെ ഒക്കെ ഒരു മിനിയേച്ചർ അല്ല അല്ല ആക്ച്വൽ അല്ല ഡൈനോസറിന്റെ അല്ലല്ലോ വെച്ചിരിക്കുന്നത്, മുതലയുടെയാണ് ക്രോക്കഡോയിൽ. ആക്ച്വൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. എന്തായാലും പറയുന്നത് ഫോസിൽ എന്നാണോ പറയാ? അല്ല ആക്ച്വൽ അല്ല, അതിന്റെ റെപ്ലിക്കയാണ്. അത്രയും വലിയ ക്രോക്കഡോയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലല്ല, സ്കിൻ അല്ല. സ്കിൻ ഉള്ളത് ഒരെണ്ണമുണ്ട് കേട്ടോ, ഒരു മമ്മി പോലെ ഒരു ക്രോക്കഡോയിലിനെ വെച്ചിട്ടുണ്ട്. ഇത് സ്കെൽട്ടൺ ആണ് അതിന്റെ. ഒരു ആക്ച്വൽ ക്രോക്കഡോയിലിന്റെ ഒരു വലിയ നൈൽ ക്രോക്കഡോയിൽ ഒന്ന് ഫോസിലാണ്, കാരണം കറക്റ്റ് അതിന്റെ ഇത് തന്നെയാണ് വെച്ചേക്കണത്. ബാക്കിയൊക്കെ മമ്മിയും പിന്നെ അതിന്റെ പറയുന്ന പോലെ എന്താണ് വെച്ചേക്കുന്നു. മമ്മിയും ഡമ്മി മാത്രമല്ല, അവിടെയുള്ള നിങ്ങളെ ആ ഏരിയ കൊണ്ട് കാണിക്കാൻ വരുന്ന ഗൈഡായിട്ടുള്ള ആളായാലും വളരെ അല്ലേ ഒരുപാട് ഇൻഫർമേഷൻസ് തരും നമുക്ക്. നിങ്ങൾക്ക് ക്രോക്കഡൈലിനെ കയ്യിലെടുക്കാം. കുഞ്ഞു ക്രോക്കഡൈൽ വലുതിനൊന്നും എടുക്കാൻ പറ്റില്ല, കടിച്ചു തിന്ന് കളയും. ഒരു കുഞ്ഞു ക്രോക്കഡൈലിനെ കയ്യിലെടുക്കാൻ പറ്റും. അതായത് ഒരു ക്രോക്കഡൈൽ പാവം കേട്ടാ, ചപ്പാത്തി മാവ് കുഴച്ചു വെച്ചാണ് കൈ, അതിന് വയ്യ. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് അവരൊക്കെ എടുക്കാൻ പോയില്ലേ, ഞാൻ എടുത്തില്ല. അത് പേടിച്ചിട്ടാണ് അതിന്റെ ചുണ്ടും കെട്ടിയിട്ടേക്കണം. അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന വെച്ചാൽ നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് മറ്റേ സിനിമയില് സലീം കുമാറിന്റെ തോളെടുത്തോണ്ടപ്പോ നോക്കൂല്ലോ, അതൊക്കെ നമ്മളെ ഇങ്ങനെ നോക്കും പാവം. അപ്പൊ അതിനൊക്കെയുള്ള അവസരമുണ്ട്. അപ്പം ആ ചുണ്ട് കെട്ടിയ ഗോതമ്പാവനെ കണക്കിരിക്കുന്ന ക്രോക്കഡോയിലിനെ എടുത്തപ്പോഴാണ് നമ്മൾ ഇവിടുത്തെ ജനറൽ മാനേജറായ നിഷാദ് ഈ വിറയിൽ പറിച്ചത്. അപ്പൊ വലിയ ക്രോക്കഡോയിലാണ് അവന്റെ മുമ്പിൽ വന്ന് പെട്ടാനുള്ള അവസ്ഥ. അല്ല, അത് പേടിക്കുന്ന കണ്ടിട്ട് ക്രോക്കഡോയിൽ പേടിച്ചു. അതും ശരിയാണ്. പേടിക്കുന്ന കണ്ട്. അപ്പോൾ എന്തായാലും പെരുന്നാളൊക്കെ വരെയാണ്. നിങ്ങൾ എന്താണ് നിങ്ങളുടെ പ്ലാൻസ് എന്ന് വിളിച്ച് നമ്മളോട് പറയാം. അപ്പോൾ എന്തായാലും നമ്മുടെ അമ്മവീട് വെച്ച് നടക്കുന്ന വിഷു പരിപാടികളെ കുറിച്ചും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കാം. ഒന്നുകൂടി 13-ാം തീയതി അമ്മവീട് ക്ലാരേജ് ഹോട്ടലിൽ വെച്ചിട്ട് വിഷുക്കണി മത്സരം അതുപോലെ തന്നെ പായസ മത്സരം നടക്കുന്നതാണ്. രാവിലെ കൃത്യം 10 മണിക്ക് തന്നെ മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതിലെ വിന്നേഴ്സായ, അതായത് ഫസ്റ്റ് പ്രൈസ് വിൻ ചെയ്യുന്ന പായസ മത്സരത്തിൻ്റെയും വിഷുക്കണി മത്സരത്തിൻ്റെയും ഫസ്റ്റ് പ്രൈസ് വിന്നേഴ്സിന് ഏപ്രിൽ 14-ാം തീയതി നടക്കുന്ന വിഷു സദ്യയുടെ ഭാഗമാകാനുള്ളൊരു ഇൻവൈറ്റും കൂടെ കിട്ടുകയാണ്. ഈ വിഷു സദ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ 10 അമ്മമാരുടെ ഒപ്പം ശ്രീമതി മല്ലിക സുകുമാരനോടൊപ്പം ഒക്കെ ആയിരിക്കും നിങ്ങൾ ആ വിഷു സദ്യയിൽ പങ്കെടുക്കുക. അപ്പം 14, 13 എന്നീ തീയതികളാണ്. കുറിച്ചിട്ടോളൂ. നിങ്ങൾക്ക് മത്സരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, പേര് രജിസ്റ്റർ ചെയ്യുക. അതെ, മല്ലിക സുകുമാരനെ കൊണ്ടെങ്കിൽ നല്ല രസമായിരിക്കും. പിന്നെ ആള് ഭയങ്കര ജോവിയലാണ്. അതെ അതെ. പിന്നെ അതുപോലെ 14-ാം തീയതി കൃഷ്ണവേഷ മത്സരമുണ്ട്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ആണ് പങ്കെടുക്കാൻ അവസരം. അപ്പം നിങ്ങൾക്കും ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്ത് പേരുകൾ രജിസ്റ്റർ ചെയ്യാം. ക്യൂട്ടായിരിക്കും അല്ലേ പിള്ളേരെ കാണാൻ? അതെ, ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയത്. എനിക്ക് നാട്ടിൽ അങ്ങനെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നില്ല. വിഷുവിനാണ്. അല്ല, അത് മറ്റേ അഷ്ടമി രോഹിണിക്കാണല്ലേ? അഷ്ടമി രോഹിണിക്ക് ഒരുപാട് കൃഷ്ണന്മാർ. ഹലോ ഹലോ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? സുനിത. അതാണ് ഞാൻ ഈ പേര് ശബ്ദം കേട്ടിട്ട് മുന്നേ വിളിച്ചല്ലോ എന്ന് വിചാരിച്ചു. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോകുന്നു. എന്താണ് ഈ അവധിക്കൊക്കെ ചെയ്യാൻ പോകുന്നേ? എവിടെയെങ്കിലും പോണം. എന്നാലേ എവിടെയെങ്കിലും പോവാനാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താണ് നമുക്ക് ഇന്ന് ഏത് പാട്ടാണ് പാടിത്തരാൻ പോകുന്നത്? പാട്ട് ആക്ച്വലി ന്യൂസ് ബ്ലോക്ക് ഒക്കെയാണ്. അതൊന്നും പ്രശ്നമില്ല. നോക്കട്ടെ, അമ്മയുടെ പാട്ട് പാടാം. അതെ, ഉണ്ടല്ലോ അവിടെ അമ്മയൊക്കെ വന്നിട്ടുണ്ടല്ലോ, അമ്മമാര് വരാൻ പോവാ. അതെ 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 അതെ. പാടത്തെ. അമ്മതൻ തങ്കക്കൂടമേ കൊച്ചു കൺമണി കണ്ണീരിരന്തേ നീ ഉറങ്ങിടുകന്മാരിൽ കൊച്ചു നീലമഴവില്ലു പോലെ ഉമ്മ വച്ചുമ്മ വച്ചമ്മ നിന്റെ കൺമീഴി പൂക്കളടച്ച പാലോളി പുഞ്ചിരിയാലേ എന്റെ മാലകറ്റിടുമോ തങ്കം അമ്മതൻ തങ്കക്കൂടമേ കൊച്ചു കൺമണി കണ്ണീരിരന്തേ നീ ഉറങ്ങിടുകന്മാരിൽ കൊച്ചു നീലമഴവില്ലു പോലെ. ഹലോ,
അടിപൊളി. ഇത് ഏത് പാട്ടാണേ അതാ അമ്മയുടെ ഫേവറേറ്റാ. പക്ഷെ ഇതിന്റെ നെക്സ്റ്റ് സ്റ്റാൻസ വന്നിട്ട് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ലെന്ന്. ഒരുപാട് പഴയ പാട്ടാണ്. അത് ശരി, ഞാൻ ആക്ച്വലി കേട്ടിട്ടില്ല ഈ പാട്ട്. ഞാൻ ഈ ഡയലോഗ് ഇവിടെ പറയാൻ പാടില്ല. ഏത് ഈ പാട്ട് പാട്ട് കേട്ടിട്ടില്ല എന്ന ഡയലോഗ് ഇവിടെ ബാൻ. അല്ല, ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഉള്ള പാട്ടായോണ്ട് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം ജനിക്കുന്നതിന് മുമ്പ് സിനിമയിലുള്ളൂ. അപ്പൊ എന്തായാലും പാട്ടാന്ന് തോന്നുന്നു. ആണല്ലേ? സുനിത പായസം ഇല്ല, അതാണ് പാട്ട് മാത്രം ഇങ്ങനെ പാടിയിട്ട് നമ്മൾ പഠിച്ചതാണ്. കൊള്ളാം, നന്നായിട്ട് പാടി. സുനിത പായസം ഉണ്ടാക്കാനൊക്കെ മിടിക്കുകയാണോ? പായസം മത്സരത്തിൽ ജോയിൻ ഇല്ല? എക്സ്പെർട്ട് അല്ല. അല്ല, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ആരുടെ ടീമിലാണ്? ഇന്ന് മുരുകേശന്റെ എന്റെ ടീമിലാണ് കേട്ടോ. ഓക്കെ, ശരി, നമുക്ക് നോക്കാം. ഞാൻ വെറുതെ വിളിക്കണതാ. കുഴപ്പമില്ല, നമ്മളും വെറുതെ നമ്മളും വെറുതെ ചോദിക്കും. വിളിച്ചിട്ട് വൗച്ചർ കിട്ടി, പക്ഷെ കളക്ട് ചെയ്യാൻ വരാൻ പറ്റിയിട്ടില്ല. അതെ, ആരെങ്കിലും വിട്ട് കളക്ട് ചെയ്യിപ്പിച്ചാ മതി കേട്ടോ. ആരുമില്ല. ശരി, ചേട്ടനെ പറഞ്ഞു വിട്ടൂടെ? അത് വർക്ക് കൂടുതലാ ആക്ച്വലി. ഹെക്ടിക് ആണല്ലേ എല്ലാവർക്കും? അതെ, എല്ലാവർക്കും അതെ, ശരിക്കും നമുക്കും അതെ. ദയനീയതയാ. അപ്പൊ എന്തായാലും ഇത് വളരെ എളുപ്പമുള്ളൊരു ചോദ്യമാണ് കേട്ടോ. ജയറാം, ഉർവശി, മാമുക്കോയ. ഗസ് സോങ് അല്ലേ? ജോൺസൺ മാഷിന്റെ സംഗീതമാണ്. പഴനി ആണ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷെ അതിന്റെ അകത്ത് കുറെ പാട്ടുള്ളൂ. ഏത് പാട്ടെങ്കിലും പാടിയാൽ മതിയോ? എന്താ? ജയറാം, ഉർവശി പേര് പറഞ്ഞോ? അല്ല, ഫിലിമിന്റെ പേരിൽ ഇത് ഗസ്റ്റ് സോങ്. ഓക്കെ, ജോൺസൺ മാഷും പിന്നെ പാടിയത് അതായത് ജയറാമും ഉർവശിയും മാമുക്കോയൊക്കെ അഭിനയിച്ച ഒരു സിനിമയാണ്. തങ്കത്തോണിയാണോ? കേറെ പാടിക്കോളൂ. തങ്കത്തോണി അതോ? അതന്നെ ആ പാട്ടോ? അതിലെവിടെ പഴനി? പിന്നല്ലാണ്ട് പളനിയിലല്ലേ ആ സിനിമ? സിനിമയുടെ പേര് മഴവിൽ കാവടി. പാട്ടതാണോ? അതെ 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 ആണല്ലോ. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ സമ്മാനം കിട്ടുമല്ലേ നമുക്ക് നോക്കാം. ശരി, ഇനി വിളിക്കണം കേട്ടോ. ഓക്കെ, ബൈ ബൈ. തങ്കത്തോണിയിൽ എവിടെ കിടക്കുന്ന പളനി? തങ്കത്തോണിയിലല്ല, സിനിമ പളനിയിലല്ലേ? ഒന്നും അറിയത്തില്ല, വിവരം ഇല്ലാതെ വേണം നിൽക്കുക. അപ്പൊ തങ്കത്തോണി പളനിയിലല്ലാന്ന് പറഞ്ഞിട്ട്? തങ്കത്തോണി വഴിയിലല്ലോ. ഹലോ, പറയുന്നേ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ആരാണത്? കഴിഞ്ഞ ആഴ്ച വിളിച്ച ആളല്ലേ? ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഷാജു എന്ന് പറഞ്ഞിട്ട്. ഷാജു, അതെ, നല്ല ശബ്ദമാണെന്നൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? അതെ അതെ. പാട്ട് പാടുന്നു പറഞ്ഞു, പാട്ട് പാടി തന്നു അല്ലേ? അതെ അതെ. ഏത് പാട്ടായിരുന്നു പാടിയത്? ഞാൻ പാടിയത് കാണാൻ അഴകുള്ള മാണിക്യക്കുയിലാണ്. അതെ അതെ അതെ. അപ്പൊ ഇന്ന് ഏതാണ്? ഇന്ന് ഏത് പാട്ട്? നിങ്ങളൊരു പാട്ട് പറയൂ. പറ്റിയിട്ടാണെങ്കിൽ ഓക്കെ, ആലായാൽ തറ വേണം. അയ്യോ, അങ്ങനത്തെ പാട്ട് സിനിമ പാട്ട് പറഞ്ഞ ഗുണമായിരുന്നു. വേണം വേണ്ടേ? എന്നാ വേണ്ട, വേറെ പറയുന്ന സിനിമ പാട്ട്. സിനിമ പാട്ട്. പൊൻവീണെ. പൊൻവീണ. ഓക്കെ. പൊൻവീണെ എന്നുള്ളിൽ മൗനം വാങ്ങൂ, ജന്മങ്ങൾ പുൽകും നിൻ നാദം നൽകൂ, ദൂതും പേറി നീങ്ങും മേഘം മണ്ണിന്നേകും ഏതോ താളം ഹംസങ്ങൾ പാടുന്ന ഗീതം ഇനിയും ഇനിയും അരുളി. ഭയങ്കര നല്ല ശബ്ദം, അടിപൊളിയായിട്ട് പാടും. ഇങ്ങനെ പ്രൊഫഷണലി പാടാറുണ്ട്? അവൻ ഇങ്ങനെ പ്രൊഫഷണലി ഇൻ ദ സെൻസ് നമ്മുടെ ഇങ്ങനെ വേദികളിലൊക്കെ പാടിയിട്ടുണ്ട്. ചെറിയ കൂട്ടായ്മയൊക്കെ വരുമ്പോ പാടും. നല്ല ശബ്ദം. അപ്പൊ ഇനി പാടണം കേട്ടോ, പാടി തെളിയണം. നല്ല ശബ്ദമാണ്. അല്ല, പാടുന്നുണ്ട്. നമ്മുടെ ഈ ശബ്ദവും നല്ല ശബ്ദമൊക്കെ ഉള്ള ആൾക്കാരെ അറിയണ്ടേ? പിന്നെ അങ്ങനെ. അപ്പൊ ഇന്ന് എന്തായാലും ഒരു പാട്ട് കൂടെ പാടാനുള്ള ചാൻസ് ആണ്. ഗെസ് ദ സോങ് ആണ് ക്വസ്റ്റ്യൻ. മോഹൻലാൽ, ജഗതി, SP വെങ്കടേഷ്, കുഞ്ചൻ, ശാകുന്തളം ബാലെ. മോഹൻലാൽ, ജഗതി, SP വെങ്കടേഷ് അറിയില്ലേ? പിന്നെ ശാകുന്തളം ബാലെ. ആരോടും പറയരുതേ പ്രേമത്തിൻ ജീവരഹസ്യം. അതന്നെ, അടിപൊളി. ഈ പാട്ട് കേൾക്കുമ്പോഴേ എനിക്ക് ആ പഴയ സിനിമയിലേന്ന് ഓർമ്മ വരുന്നു. മറ്റേ കൽപ്പനയും ജഗതിയായിട്ടുള്ള സാധനം ഉണ്ടല്ലേ? സത്യം. ആരോടും പറയരുത് പ്രേമത്തിൻ ജീവരഹസ്യം. അല്ല, ഡൈമാന്ന് വിളിക്കും ആ പാട്ടിന്റെ ഇടയിൽ, മറന്നുപോയി.
ഓക്കെ, അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻ ഷാജുയുടെ പേരും ലക്കി ഡ്രോയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ താങ്ക് അപ്പൊ ക്രോക്കഡൈൽ പാർക്കിൽ പോവാൻ കുട്ടികളും വൈഫൊക്കെ റെഡി അല്ലേ? ഏതിനാണ്? ക്രോക്കഡൈൽ പാർക്ക്. ആ ഓക്കെ. പിന്നെ ലക്കി ആണെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. ലക്കി ആണെങ്കിലാണ് ഇത് കിട്ടുന്നത്. ലക്കി ആണെങ്കിലാണ് ഇത് കിട്ടുന്നത്. അവസാനം അറിയാം. അപ്പൊ എന്തായാലും വിളിച്ചിൽ സന്തോഷം. ഈ അവധിക്ക് എന്താണ് പ്ലാൻ? അത് ചോദിച്ചില്ലല്ലോ. ഈ അവധിക്ക് ഇങ്ങനെ ചെറിയ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ കൂടി പുറത്തൊക്കെ പോകും, അത്ര തന്നെ. പുറത്തൊക്കെ ഇവിടെ UAE-ക്കുള്ളിൽ തന്നെ. അതെ. എങ്ങനെയാ 9 ദിവസം അവധി ഉണ്ടോ? അത് ഇടയ്ക്ക് ഒരു ദിവസം പോണോ? എങ്ങനെയാണ്? ഇല്ല ഫുൾ അവധിയാണ്. ഫുൾ അവധിയാണ്. ഭാഗ്യവാൻ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നു. ഈ സ്ഥിരം കൂടുന്ന കൂട്ടുകാരുണ്ടല്ലേ? ഉണ്ട്. അപ്പൊ പിന്നെ അതൊരു രസമായിരിക്കും എല്ലാരും കൂടെ ഒരുമിച്ച്. അതെ. അപ്പൊ എന്തായാലും അടിച്ചു പൊളിക്കൂ. പിന്നെയും വിളിക്കണം. അപ്പൊ ഇനിയും വിളിക്കണം കേട്ടോ ഷാജു. താങ്ക് യു. വിളിക്കാം. ബൈ. ആലായാൽ തറ വേണം. ശരി, നല്ല പാട്ടാ അത്. ആലായാൽ തറ വേണം. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആന്റി, എന്തുകൊണ്ട് ആന്റി വിശേഷം? സുഖം എന്ന് പറഞ്ഞൂടാ. എന്ത് പറ്റി ആന്റി? പനി അടിച്ചോ? കോൾഡ് പിടിച്ചു. കോൾഡ് കുഴപ്പമില്ല ആന്റി. സാരല്ല, കോൾഡൊക്കെ ഇടയ്ക്ക് വന്നു പോകുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെ കുറച്ച് നീണ്ടു നിന്നില്ല. ഓ അതെയാ. ആക്ച്വലി ഇപ്പൊ വീണ്ടും പനിയൊക്കെ ഒരു സീസൺ ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ AC ഇച്ചിരി കൂട്ടിയിട്ടാ മതി ആന്റി. എനിക്ക് തനിയെ വരില്ല, ഹസ്ബൻഡ് കൊണ്ടുതരുന്ന. ആണല്ലേ? അങ്കിളിനോട് പറയാൻ ഇനി ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ടുവരണ്ട. പുള്ളി അങ്ങനെയാണ്, പുള്ളി എന്ത് കിട്ടിയാലും കൊണ്ടുകൊടുക്കും. അത്ര സ്നേഹമാണ്. അങ്ങനെ കൊണ്ടു തന്നെ. ഈ അവധിക്ക് അപ്പൊ ആന്റി എന്താ പരിപാടി? ദുബായിക്കൊക്കെ വരുന്നുണ്ടോ? ദുബായി പോണം. എനിക്ക് ഓൾറെഡി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? ഏതാണ് ക്രോക്കഡൈൽ പാർക്കിന്റെ? അടിപൊളിയാണോ? അടിപൊളിയാണ്. പോയി കാണൂ കേട്ടോ, നല്ലതാ, വേർത്താണ്. മുതലെന്നൊക്കെ പറഞ്ഞാൽ 1.5 മുതല. അതെ, എന്നെ മുരുകേഷിനെ ഒരുമിച്ച് നിർത്തിയാൽ അത്രയും വലിയ മുതലേ അല്ലേ? അത്രയൊന്നുമല്ല. അതിലും വലുതാ. ആദരിക്ക് പൊക്കം കുറവല്ലേ? അപ്പൊ അതുപോലെ മാത്രം ലീവ് ഉണ്ടല്ലോ. അതെ, 9 ദിവസത്തെ ലീവ് ഉണ്ട്. എന്ത് ചെയ്യുന്നാണല്ലേ ആന്റി? പക്ഷെ ഇത് ഈ 9ാമത്തെ ദിവസത്തെ അവസ്ഥ നീ അതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഞായറാഴ്ച അല്ല, നമ്മൾ ഈ 9 ദിവസം അടിച്ചങ്ങ് പൊളിച്ചിട്ട് പിന്നെ ഇനി ഒരു അവധി വേണം, നമുക്ക് ആ ക്ഷീണം മാറ്റാൻ. അങ്ങനെ ആയിരിക്കും അവസ്ഥ. അതാണ് അതിന്റെ സത്യം. ശരിക്കും നമ്മൾ ഈ നാട്ടിൽ പോയിട്ട് വരത്തില്ലേ? അതെ, നാട്ടിൽ ഇപ്പൊ 3 ആഴ്ച കഴിഞ്ഞ് വന്നിട്ട് പിന്നൊരു 3 ആഴ്ച വേണം. വേണം അവധി, നമ്മുടെ ഒരു റെസ്റ്റ് വേണ്ടിട്ട്. അപ്പൊ ആന്റി മുരുകേഷിന്റെ എന്റെ ടീമിലാണ് കേട്ടോ ആന്റി. മക്കളൊക്കെ സുഖമായിരിക്കുന്നു ആന്റി? സുഖമായിരിക്കുന്നല്ലേ? അപ്പൊ ആന്റി, ഇത് ഗസ് ദി സോങ് ആണ്. ഇപ്പൊ കഴിഞ്ഞ 2 എളുപ്പമുണ്ടായിരുന്നു. ഇത് എളുപ്പമായിരിക്കും. ഇത് ഭയങ്കര എളുപ്പമാണ്. ശ്രീനിവാസൻ മോഹൻലാൽ, ശ്യാം സംഗീതം, യേശുദാസ് പാടിയതാണ്. ഇതുവരെ എല്ലാം ഭയങ്കര എളുപ്പം. ഇനിയാണ് എളുപ്പം. കാക്കിക്കുള്ളിലെ ഗായകൻ. അതെ, പാട്ട്. അയ്യോ, ശരിക്കും നിന്റെ ചിറ്റപ്പൻ ശ്രീനിവാസനാവണോ വരുന്നു? ചിറ്റപ്പനല്ല. ഇത്രയും കഴിവുള്ള ഒരു മനുഷ്യൻ എന്റെ ചിറ്റപ്പനാവുന്നതിന് എനിക്ക് താല്പര്യക്കുറവൊന്നുമില്ല. ആ ആക്ഷൻസ് ഒക്കെ അഭിനയിക്കാൻ കഴിവ് വേണം, കഴിവ്. അയ്യോ, ആ നടത്ത ഓർമ്മ വന്നിട്ട് എനിക്ക് ആ പൂ ഇങ്ങനെ അടിച്ചടിച്ചൊരു പോക്കുണ്ട്. സത്യം. അയ്യോ ആന്റി, സമയം കഴിഞ്ഞു. പുഞ്ചിരിച്ച ദിവ്യയാമം, പൂക്കളും പുഴകളും പൂനിലാവിൻ ലഹരിയും ഭൂമി സുന്ദരം. ഞാൻ നാട്ടിൽ പോവാ ആന്റി. നാട്ടിൽ വെച്ചാൽ കേരളത്തിലൊന്നും അല്ല, മറ്റേങ്ങോ. ഞാൻ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൽ പോവാണ്. അതായത് കാശി, രാമേശ്വരം. കാശ്മീരല്ല, കുറച്ച് താഴെ, ഡൽഹി. വോട്ട് ചെയ്യാനില്ല, ഞാൻ എല്ലാരും അവിടെ ഒന്ന് എന്താ പറയുന്ന വോട്ടിന് എന്തോ പറയുന്നത് പ്രചരണമൊക്കെ ചെയ്തിട്ട് വരാം. ആതിര പോകുന്ന സ്ഥലത്ത് വോട്ടിംഗ് ഒന്നും ഇല്ല. അല്ല, നമ്മുടെ കേരളത്തിൽ ഭയങ്കര ചൂടല്ലേ? ഭയങ്കര ചൂട്. വോട്ടിന്റെ ഈ വോട്ടിങ്ങിന്റെ ഇടയിൽ ഏതെങ്കിലും വീഡിയോ ക്യാമറയിൽ നമുക്ക് TV ന്യൂസിൽ ആതിരെ കാണാൻ പറ്റും. ബസ്സിന്റെ മുകളിലൊക്കെ ഇരുന്ന് മറ്റേ കുട്ടയൊക്കെ തലയിൽ വെച്ച് വെയിലുള്ളതെ പോകുന്ന. ഞാൻ അങ്ങനെയാ പോകാൻ പോകുന്നത്, അല്ലാണ്ട് യാത്ര പോകുമ്പോ അങ്ങനെ വേണം പോവാൻ. ബാംഗ്ലൂർ പോകാനും പറ്റില്ല, അവിടെയൊക്കെ വെള്ളക്ഷാമം.
ഓ ശരി, ജലക്ഷാമം ബാംഗ്ലൂർ എന്ത് വെള്ളക്ഷാമം. കഷ്ടമല്ലേ? ശ്ശോ, അത് കേട്ടുമ്പോ വലിയ സങ്കടം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിറ്റി ആയിരുന്നു ബാംഗ്ലൂർ. ആൾക്കാരെല്ലാം ട്രോപ്പി മോളിലൊക്കെയാ പോകുന്നത് കാര്യങ്ങൾക്ക് വേണ്ടി. അതാ വെള്ളത്തിന്റെ അത് ക്ലൈമറ്റ് ആണ് ബാംഗ്ലൂർ. നല്ല ക്ലൈമറ്റ് ആണ്. വെള്ളം പക്ഷെ വെള്ളം പണ്ടേ ക്ഷാമാണ്. കാരണം അവിടുത്തെ വെള്ളം കുടിക്കാൻ കൊള്ളേയില്ല. ആ ഇപ്പോഴൊക്കെയാണ് അവർക്ക് വേറെ ഈ നമ്മുടെ ഇവിടുന്ന് ക്യാൻ വാട്ടർ മേടിച്ച് കൊള്ളാവുന്നത്. അതിനു മുന്നേ വെള്ളം കുടിക്കാൻ കൊള്ളത്തേ ഇല്ല. സത്യം. മുടിയൊക്കെ പോവാ. ആ അതെ 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 അതെ. അപ്പൊ ആന്റി എന്തായാലും ഒരു അടിച്ചു പൊളിക്ക് ഈ ഹോളിഡേസ് ഒക്കെ. ദുബായിൽ വന്ന് ഇവിടെ നമ്മൾ ആക്ച്വലി സ്റ്റുഡിയോയിൽ ഉണ്ടാവില്ല ആന്റി വരുന്ന സമയത്ത്. എല്ലാവരെയും കാണായിരുന്നു. അപ്പൊ ആന്റി എന്തായാലും അസുഖമൊക്കെ മാറട്ടെ. അടുത്ത തവണ വിളിക്കുമ്പോ എല്ലാ വിശേഷങ്ങളും നമ്മളോട് പറയാം. ബൈ, ഗുഡ് നൈറ്റ്. അല്ല, ഞാൻ ആലോചിക്കുന്നത് വെള്ളമില്ലാതെ കഴിഞ്ഞാലേ ആടുജീവിതത്തിൽ പൃഥ്വിരാജ് കണ്ടില്ലേ, അവിടെ മണ്ണലെങ്കിലും ഉണ്ടായിരുന്നു. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് പ്രവീൺ എന്നാണ്. നമ്മള് പ്രവീൺ. അല്ല, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ ആന്റി എവിടെ? എന്തോ എനിക്ക് ക്ലിയർ ആവുന്നില്ല കേട്ടോ വോയിസ്. ഇത് ജയന്റിയുടെ പ്രവീണാണോ? അല്ല, ജയ ആന്റിയുടെ പ്രവീണാണോ? അല്ല 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 അല്ല, ശബ്ദം കേട്ട പിന്നെ ഇത് ഏത് ആന്റിയുടെ പ്രവീണാണ്? അല്ല, ജയ ആന്റി എനിക്ക് അറിയത്തില്ല. അറിയത്തില്ല. വേണ്ട, അതൊരു തെറ്റല്ല. അപ്പൊ പ്രവീൺ എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഞാൻ ദുബായിലാണ്. ദുബായിൽ. നാട്ടിലെവിടെ? ഞാൻ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് എവിടെ? നമ്മള് ട്രിവാൻഡ്രംകാരാ. ട്രിവാൻഡ്രത്തോടെ? ട്രിവാൻഡ്രത്ത്. അല്ല, നിങ്ങളുടെ രണ്ടുപേരും സ്ഥലം എവിടെയാണെന്ന് പറയാനെങ്കിൽ ഞാനും പറയാം. അത് കൊള്ളാലോ. ഞാനും തരാം. അങ്ങോട്ട് പറഞ്ഞു കൊടറി. ചിറയൻകീഴാണ്. ചിറയൻകീഴാണോ? ഞാൻ ശാസ്തമംഗലം. ആ, ഓക്കെ. ചിറയൻകീഴാണോ? അതെ, ഞാൻ ആറ്റിങ്ങലാണ്. ചിറയൻകീഴ് എവിടെ? ചിറയൻകീഴ് ഞാൻ ശാർക്കര അമ്പലത്തിനടുത്താ. ശാർക്കര അമ്പലം? ശാർക്കര അമ്പലത്തിനടുത്താണ്. അതെ. ആറ്റിങ്ങൽ എവിടെ? ഞാൻ കീഴാറ്റിങ്ങൽ. ആ, ഓക്കെ ഓക്കെ, ഫൈൻ. അല്ല, പ്രവീൺ എത്ര വയസ്സായി ഇപ്പോ പറയാൻ പറ്റുമോ? അപ്പൊ മുരുകേഷിനെക്കാട്ടിലും ഇളയതാ. പ്രവീൺ എവിടെ പഠിച്ചത്? ഞാൻ ആറ്റിങ്ങൽ കോളേജ് ഉണ്ടായിരുന്നു, പ്രീ ഡിഗ്രി. ആഹാ, ഫുൾ നെയിം എന്താണ് പ്രവീണിന്റെ? എന്തോ ഫുൾ നെയിം? ഈ മുരുകേഷിനെ അറിയാവോ? എന്നാ അതങ്ങ് എളുപ്പത്തിൽ ചോദിച്ചാ പോരെ. എനിക്ക് കണ്ട പരിചയം തോന്നിയില്ല. എന്റെ ഫുൾ നെയിം പ്രവീൺ ജ്യോതി. വിചാരം ഫേമസ് ആണ്, എല്ലാരും കണ്ടിട്ടുണ്ടാവും. അല്ല അല്ല അല്ല, നമ്മുടെ ഷാബു അണ്ണൊക്കെ ചെയർമാൻ ആയിരുന്ന സമയത്താണ് നമ്മൾ പഠിച്ചത്. ഷാബു അണ്ണ എന്റെ സീനിയർ ആയിരുന്നു. ഓ, നമ്മുടെ അതെ അതെ. ആ സമയത്തെല്ലാം നമ്മള് അവിടെ ഉണ്ടായിരുന്നതാണ്. ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. ആ സമയം കഴിഞ്ഞും കുറച്ചുണ്ടായിരുന്നു ആറ്റിങ്ങല്. ഞങ്ങള് അപ്പൊ നിങ്ങൾ നാട്ടുകാരായി. ഇപ്പൊ നിങ്ങളുടെ വിശേഷമായി. അപ്പൊ എന്തായാലും പ്രവീൺ വിളിച്ചതിൽ വളരെ സന്തോഷം. ഇനിയിപ്പോ ഇത്രയും വിശേഷം പറഞ്ഞാൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോ ഞാൻ മത്സരത്തിൽ തോറ്റിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടല്ല, നമുക്ക് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വേണ്ടേ പ്രവീൺ? ഇനി നമ്മൾ കൂടുതൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ മറ്റെന്തെങ്കിലും കഥകളിലേക്ക് ചെന്ന് പെട്ടാലോ, അതുകൊണ്ട് നമുക്ക് അവിടെ നിർത്താം. അപ്പൊ ഭാര്യയൊക്കെ അവിടെ ഇല്ലേ? കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇപ്പൊ ഇന്റർവ്യൂവിന് ചോദിക്കുന്നതിനേക്കാളും കൂടുതൽ ഡീറ്റെയിൽസ് ആയി. ഇനിയിപ്പം തോറ്റു കഴിഞ്ഞാൽ നാട്ടിലോട്ട് പോകേണ്ട വരും. അങ്ങനെ ശരിയാ. തോറ്റാൽ ഈ എപ്പിസോഡ് ആരെയും കാണിക്കണ്ട കേട്ടോ. അതെ 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 അതെ. ഞാനിവിടെ വെറുതെ ഓഫീസിൽ വന്നിരിക്കുകയായിരുന്നേ. മോന്റെ നിർബന്ധം കാരണം മാത്രം വിളിച്ച കോളാണ്. സാരമില്ല, മോക്കൊരു ഉമ്മ കൊടുത്തേക്ക്. ഞങ്ങളെ നിർബന്ധിച്ച് വിളിപ്പിച്ചേ. ചിറയൻകീഴ് ശാർക്കര ക്ഷേത്രത്തിന്റെ അടുത്തൊന്നും പറഞ്ഞ് തോറ്റിട്ട് നിന്ന് അവര് ഗരുഡൻ തൂക്കും ചെല്ലാം. അല്ല, അതിനിടയിൽ എന്റെ അടുത്ത് ചോദിക്കും ചെയ്തു ഫുൾ നെയിം എന്താണ്. ഈ നെയിമിൽ പിന്നെ വേറൊരാളില്ല. അത് ശരി, അവിടെയും പെട്ടു. അവ എന്തായാലും കുഴപ്പമില്ല. നമുക്ക് എന്തായാലും പ്രവീൺ നമ്മൾ കണ്ടു കാണും കേട്ടോ. എന്തോ നമ്മൾ കണ്ടു കാണും, ഉറപ്പാ. അയ്യോ, ഈ സിനിമ എന്തായാലും എളുപ്പാട്ടോ തോന്നുന്നുണ്ട് എനിക്ക്. പക്ഷേ ഞാൻ അയ്യോ, മുരുകേഷ് പണ്ട് ഇങ്ങനെയല്ലേ ഇരുന്നത്? ഒരു ബലൂൺ പോലെയാണ്. അല്ല, ഷൂ മെലിഞ്ഞ് ആതിര കീറി ഉണക്കി എത്ര ഉണ്ട് അത്ര ഉണ്ടായിരുന്നുള്ളൂ ഞാൻ. മെലിഞ്ഞ് അന്ന് പിന്നെ മീശയും താടിയൊന്നും ഇല്ല. അപ്പൊ എന്തായാലും ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാം. നിങ്ങളുടെ നാട്ടുവിശേഷമൊക്കെ പിന്നെ ഗസ്റ്റ് മൂവിയാണ് കേട്ടോ പ്രവീൺ. എളുപ്പമാണ്. ജയറാം, മുകേഷ്, ഇന്നസെന്റ്, സായികുമാർ, കിങ്ങിണി. അപ്പൊ എന്തായാലും രക്ഷപ്പെട്ട് നാട്ടുകാരൊന്നും ചീത്ത പറയത്തില്ല. ആറ്റുകാരുടെ ദിമാഗ് പിടി തേസിയ കണ്ട. അത്ര തേസല്ല, കാരണം വളരെ എളുപ്പമുള്ള പോവാണ് കേട്ടോ. അപ്പൊ എന്തായാലും ധൈര്യമായിട്ട് കാണിക്കുക എപ്പിസോഡ് എല്ലാവരെയും. എന്തായാലും ഗരുഡൻ തൂക്കമില്ല. അപ്പൊ എന്തായാലും വിളിച്ചത് സന്തോഷം. മോളുടെ പേരെന്താ? മോളുടെ പേര് ജ്യോതി നന്ദ. ജ്യോതി നന്ദ. അപ്പൊ ജ്യോതിക്കാണ്. വൈഫിന്റെ പേര് അമ്മു എന്നാണ്. ഇനിയിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ രാത്രി ആഹാരം വേണേ. അപ്പൊ അവിടെ ആരാണ് പാട്ട് പാടുന്ന? ആരാണ് ഈ കൂട്ടത്തിൽ? നന്ദു, നീ പാട്ട് പാടോ? ഇല്ല. അപ്പൊ എന്തായാലും നന്ദുനാണ് നമ്മുടെ താങ്ക്സ്. നന്ദു അല്ലേ അച്ഛനെ കൊണ്ട് വിളിച്ചത്? അതെ, നന്ദു മോളെ. അപ്പൊ എന്തായാലും ഈ ഹോളിഡേസ് ഒക്കെ അടിച്ചു പൊളിക്കും. ഓക്കെ, ശരി പ്രവീൺ, എവിടെയെങ്കിലും വെച്ച് കാണാം. അപ്പൊ എന്തായാലും നമ്മളെ നാട്ടുകാരാണ്. മാത്രമല്ല നമ്മൾ കണ്ടു കാണും, ഒരേ സമയത്ത് പഠിച്ചതാ. അതെയോ? പക്ഷെ സീനിയർ അല്ലേ? അല്ല, മുരുകേഷ് സീനിയർ അല്ലേ? അതങ്ങനെ സീനിയർ ആവും? പുള്ളിക്ക് 42 വയസ്സെന്ന് പറഞ്ഞു. എനിക്ക് 4 വയസ്സുള്ളതല്ലേ, ഞാനപ്പോ ഉണ്ടായിരുന്നു. വളരെ ജൂനിയറാണ്.
അപ്പം ആതിര ഉണ്ടോ ആ ആതിര ആതിരപ്പം മറ്റേ പഞ്ചായത്ത് മെമ്പറായിട്ട് നിൽക്കിയത് സമയം ആ സമയത്ത് ആ സമയത്ത് പഞ്ചായത്ത് മെമ്പറായിരുന്നു. അതെ അതെ അതെ. ഇന്ന് തോറ്റു. അയ്യോ, ഇങ്ങനത്തെ വളിച്ച കോമഡികൾ അടിക്കാതെ, കാരണം നമ്മൾ പുതിയതായിട്ട് അപ്ഗ്രേഡ് ചെയ്യണം കോമഡി. ആതിര മെമ്പറായിട്ട് നിന്നിട്ടുണ്ട്, ആളുകൾക്ക് അറിയാം. തുപ്പക്കോളാമ്പിച്ചും സിനിമത്തിൽ. ആക്ച്വലി ഇലക്ഷൻ സമയത്ത് എനിക്ക് നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, കാരണം ഈ ഇലക്ഷൻ പ്രചരണമൊക്കെ കണ്ടിട്ട് കാലം കുറെ. അയ്യോ, ഞാൻ ഒരിക്കൽ പോയി കണ്ട്. ആണോ? ചെവിതല കേൾക്കാൻ പറ്റാൻ മനുഷ്യന് പ്രാന്ത് പിടിക്കും. സംഭവം എന്താണെന്നറിയാമോ? കാരണം ഇപ്പൊ മറ്റേ പാരഡി സോങ് അല്ല, അത് പണ്ടേ ഉള്ളതാ. അത് ഒരു സൈഡിൽ നിന്ന് ഈ പാരഡി ഇങ്ങനെ പോകുമ്പോ അപ്പുറ സൈഡിൽ നിന്ന് മറ്റേത് വരും. എന്നിട്ട് ഇവന്മാർ കയ്യെ കാണിക്കും. ജീപ്പുകാരൻ അങ്ങോട്ട് പരിചയം ഉണ്ടല്ലോ. അങ്ങനെ അത് റോഡ് സൈഡിലാണെങ്കിൽ പിന്നെ ചെവി കേൾക്കണ്ട. അതെ, ഇപ്പൊ നമ്മുടെ കരാമ സൈഡിൽ അങ്ങനെ പരാതി വരുന്നുണ്ട്. അതായത് അവിടെ ഭയങ്കര ഈ കരാമ വൈബ്സ് എന്നും പറഞ്ഞിട്ട് ഭയങ്കര പാട്ടും ബഹളവും ഒക്കെ ആയിട്ട് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് അതൊരു ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. കാരണം രാത്രി 3 മണി വരെയൊക്കെ ഈ പാട്ടും ബഹളവും കിസൈസിന്നൊക്കെ വണ്ടിയും വിളിച്ച് ചിലരൊക്കെ പോയി ശല്യങ്ങൾ അവിടെ. അതാ നമ്മൾ പോയി പാട്ടൊന്നും പാടിയില്ലല്ലോ, നമ്മൾ പോയി എല്ലാം ആഘോഷം തിരിച്ചു. നീ പാട്ടും കൂടെ പാടിയെങ്കിൽ അവര് കംപ്ലൈന്റ് ഒന്നും കൊടുക്കൂല, വിലക്ക് മേടിച്ച് അടിച്ചങ്ങ് കൊല്ലും. ഹലോ ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാണത്? അനൂപാണ്. അനൂപ്. അനൂപ് എന്ന് കേട്ടപ്പോ ചുമ വന്നു. അതെന്താ അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തുണ്ട് അനൂപ് വിശേഷം? കുഴപ്പമില്ല, സുഖം. സുഖം പോണു. ആണോ? ഈദ് അവധിക്ക് 9 ദിവസം അവധി ഉണ്ടോ? എനിക്ക് ഇടയ്ക്ക് പോകേണ്ടി വരും. ഒരു മണിക്കൂറിന് വേണ്ടി ജസ്റ്റ് ഒന്ന് പോകണം. അത് വല്ലാത്ത പീഡനമാണല്ലോ. അത് അവരങ്ങനെ നിർബന്ധം പറയുന്നില്ല. മറ്റേത് ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന അതാണോ? ഏത്? ദേവാര അല്ലേ? ദേവ ടെസ്റ്റ്. അതെ, പോയി ടെസ്റ്റ് ചെയ്തില്ലേ? നമ്മളൊക്കെ അറിഞ്ഞു കിട്ടിയില്ലെങ്കിലും. നിർബന്ധമൊന്നുമില്ല, പക്ഷെ തന്നെ നമ്മൾ പോവാ. നമ്മുടെ ഡെഡിക്കേഷൻ. എനിക്ക് തോന്നുന്നു പുള്ളിയെ വിളിച്ചിട്ട് ന്യൂട്രൽ ഫേസ് വരെ ചോദിക്കുന്നത് തോന്നുന്നു. ഇതിപ്പിടി കുഴപ്പമില്ല, അപ്പുറത്ത് പിടി, അപ്പൊ ഇത് ഫേസ് അങ്ങനെ വല്ലതും ആണോ? എന്റെ ശബ്ദം കുറച്ച് ബാസ് കൂടിയിട്ടുണ്ട്, മറ്റേ മോന്റെ കണക്ക്. അവന്റെ പാവ കുഞ്ഞിനെ കളിയാക്കിയത് കൊണ്ടായിരിക്കും. അതിലൊരു ഡ്രസ് എങ്ങനെയുണ്ട് അനൂപ്? ആരും ഒന്നും പറഞ്ഞില്ല, അല്ലെങ്കിൽ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടേട്ടാ. അതെ, കുഴപ്പമില്ല, ഓരോരുത്തരുടെ ഫാഷൻ സെൻസ് ഡിഫറന്റ് അല്ലേ. പക്ഷെ മറ്റേ നെക്ലസ് പോലത്തെ അത് നന്നായിട്ട് കാണുന്നില്ല, ഇടയ്ക്കിടയ്ക്ക്. അത് നെക്ലസ് അല്ല, ആ ഡ്രസ്സിന് ചേരൂല, അതാ പ്രശ്നം. അല്ല, ഇത് മൊത്തത്തിൽ അതിലേക്ക് ചേരില്ല എന്നുള്ളതാണ് എന്റെ സത്യം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഇതിനെ കുറിച്ചൊരു സെൻസ് ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി, അതുകൊണ്ട് നിങ്ങൾ അധികം സംസാരിക്കും. നോക്കി ആ ഡ്രസ് ഈ വലിയ ഡ്രസ് കാരണം കാണാനില്ല, അതാ പ്രശ്നം. അതാണ് അതിന്റെ സ്റ്റൈൽ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പിടിച്ചിടും, അപ്പൊ കാണും ആൾക്കാർ. അതാണ് അതിന്റെ സ്റ്റൈൽ. ആതിര ഇടുന്ന സ്റ്റൈൽ അങ്ങനെ പറ്റില്ല. ഇതൊക്കെ പിന്നെ വാങ്ങിച്ചു വെച്ചിങ്ങനെ എന്തിനാണ്? അത് കൊള്ളാം, അത് നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര വലിയ തോന്നുന്നില്ല. അതെ, ഇത് ആതിരയുടെ വീട്ടിലെ ഒരു വലിയ വിഗ്രഹം ആരോ കൊടുത്തു ഗിഫ്റ്റ്. അതിൽ കിടന്ന നെക്ലസ് ആണ് ഈ സാധനം. ഇതൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിട്ട് പറയും ഇതാണ് ഫാഷൻ, ഇതാണ് ഫാഷൻ എന്ന് പറയും. ഇപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റീൽസിൽ ഒരു പെണ്ണുണ്ട്, ഏത് പെണ്ണാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇങ്ങനെ ഗ്ലാസ് ഒക്കെ വെച്ച് കെട്ടി ഇങ്ങനെ നടക്കും. അവള് ഇതുപോലെയാണ്. ഇതിനാന്ന് നോക്കിയപ്പോ എയർപോർട്ടില് എല്ലാ പോട്ടർമാരും കൂടെ ഗ്ലാസ് താങ്ങി പെണ്ണെ കൊണ്ടുവരുന്നു. അവള് ഇത് തന്നെയാണ് പറയുന്നത്. അപ്പൊ അനൂപിന് ഇന്ന് എന്റെ വകയാണ് ചോദ്യം കേട്ടോ. അല്ല, മുരുകേശല്ലേ ചോദിക്കണ്ടേ? അതാണ് എല്ലാം കയറി എല്ലാം പിടിച്ച് എടുക്കുന്നതിന്. മുരുകേശിന്റെ വകയാണ്. എന്റെ വകയാണ് കേട്ടോ അനൂപ്. അനൂപ് എന്ന് കേട്ടപ്പോ ചുമച്ചു. ഏതോ കാശുകാരുള്ള ആളുണ്ട്, കാശ് വാങ്ങിച്ചിട്ട് അതിന്റെ മുങ്ങി നടക്കുകയാണ്. ഓക്കെ അനൂപ്, ഗസ് ദി മൂവി ആണേ. ഓക്കെ, ഇതാണ് ക്ലൂസ്. ജയറാം, ഇന്ദ്രൻസ്, ജനാർദ്ദനൻ, ബിജു മേനോൻ. ജനാർദ്ദനൻ, ബിജു മേനോൻ. ക്ലൂ ഇതാണ്. ക്ലൂ ആൺകുട്ടിയാണ് വിഷയം. ഇത് നല്ലൊരു കോമഡി പടമാണ്. അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്. പേര് ലക്കി ഡ്രോ വരെ പോകുന്നുണ്ട്. അവിടെ നിന്ന് ഇനി വിന്നർ ആവോ ഇല്ലെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എൻജോയ് ചെയ്യൂ ഈദ് ബ്രേക്ക് ഒക്കെ. 9 ദിവസം അടിച്ചു പൊളിക്കും. ഓക്കെ, ബൈ ബൈ. ഒരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ആരാണ് മുതലേ കാണാൻ പോകാൻ യോഗ്യരെന്ന് നോക്കിയിട്ട് വരാം.
വെൽക്കം ബാക്ക്. വെൽക്കം ബാക്ക്. നമ്മുടെ കയ്യിൽ ഇന്ന് വിളിച്ച കോളേഴ്സിൽ നിന്ന് വിന്നേഴ്സ് ആയവരുടെ പേരാണ് ഇന്ന് ഇതിന്റെ അകത്തുള്ളത്. ബൗളല്ല ഈ ഒരു നോർമലി 2-3 പേരൊക്കെയാണ് വിന്നേഴ്സ് ഉള്ളത്. ഇന്ന് ഒരുപാട് വിന്നേഴ്സ് ഉണ്ട്. അപ്പൊ അവരിൽ നിന്ന് ആരാണ് ആ ലക്കി വിന്നർ എന്ന് നമുക്ക് നോക്കാം. മുരുകേഷിന് ഞാൻ കൊടുക്കുകയാണ് ഒരു അവസരം. ഞാൻ സാധാരണ കൊടുക്കാറില്ല, പക്ഷെ ഇന്ന് ഞാൻ കൊടുക്കുന്നു. ഒരു കാര്യത്തിന് തരാറില്ല. ഇന്ന് എനിക്ക് എന്താണെന്നറിയില്ല, ലോട്ടറി വല്ലതും അടിക്കും എന്തോ. അപ്പൊ ആരാണ് ആ ലക്കി വിന്നർ? അയ്യോ, ഓ ഗൗതം. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഈ അവധി ക്രോക്കഡോയിൽ പാർക്കിൽ പോയി അച്ഛനും അമ്മയും കൊണ്ടുപോയി. ഗൗതമിന്റെ വകയായിട്ട് ഇവർക്ക് ഈ ടിക്കറ്റ് കൊടുക്കുക, എന്നിട്ട് അവരോട് പറയാം എനിക്കൊരു ടിക്കറ്റ് എടുത്തരാം, പോകാൻ പറ്റുള്ളൂ. അപ്പൊ ശരിയായി. അപ്പൊ എന്തായാലും അടിപൊളി, കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ ഇവിടെ വിളിച്ച് നാളെ 800-825-825 വിളിച്ച് നിങ്ങൾ ടിക്കറ്റ് ക്ലെയിം ചെയ്യാം ഗൗതം. ഓക്കെ. അപ്പൊ ബാക്കി വിന്നേഴ്സിനൊക്കെ വീണ്ടും 800-825-825 വിളിക്കുക. നിങ്ങൾക്ക് ഉള്ള ഗിഫ്റ്റ് വൗച്ചറും അവിടെ റെഡിയാണ്. അതെ. അപ്പൊ ഗൗതം പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് നമ്മളെല്ലാം ടാഗ് ചെയ്യും, കാണട്ടെ കേട്ടാ. അതെ. അപ്പൊ എന്തായാലും നമ്മൾ തുടങ്ങിയത് തന്നെ തുടങ്ങാം. അതായത് നമ്മുടെ അമ്മ വീടിന്റെ വിഷു ആഘോഷങ്ങളെ കുറിച്ചാണ് പറയാനുള്ളത്. 13-ാം തീയതി രാവിലെ കൃത്യം 10 മണിക്ക് പായസ മത്സരം, അതുപോലെ തന്നെ വിഷുക്കണി മത്സരവും നൽകുന്നതായിരിക്കും. അമ്മ വീട് ക്ലാരിറ്റ് റെസ്റ്റോറന്റ് വെച്ചിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുക. അപ്പൊ അതിന്റെയൊക്കെ സമ്മാനദാനം 14-ാം തീയതി വിഷു സദ്യയോടൊപ്പമാണ് നടക്കുന്നത്. മല്ലിക സുകുമാരനും നമ്മുടെ 10 അമ്മമാരും ഒക്കെ ഉണ്ടാവും അവിടെ. അവരോടൊപ്പം ഇതിന്റെ വിന്നേഴ്സ്, ഫസ്റ്റ് പ്രൈസ് വിന്നേഴ്സിന് കുടുംബത്തോടൊപ്പം ഇവരോട് കൂടി സദ്യ കഴിക്കാനുള്ള ഒരു അവസരമുണ്ട്. മാത്രമല്ല അവിടെ കൃഷ്ണവേഷ മത്സരം ഉണ്ട്. അത് 14-ാം തീയതിയാണ് നടക്കുന്നത്. 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് അതിൽ പങ്കെടുക്കാനുള്ള ഒരു ക്രൈറ്റീരിയ. അപ്പൊ എന്തായാലും പങ്കെടുക്കാൻ താല്പര്യമുള്ളവരെല്ലാരും ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഈ അവധി 9 ദിവസമായിരിക്കും എന്ന് പറയുന്നു, ചിലവർക്ക് 8 ദിവസമായിരിക്കാം. അപ്പൊ എന്തായിരുന്നാലും വീക്കെൻഡ് ആണ് എല്ലാവർക്കും കിട്ടുന്നത് വെച്ച് എല്ലാവരും നന്നായി ആഘോഷിച്ച് സേഫ് ആയിട്ട് ആഘോഷിക്കുക. എന്തായാലും നല്ലൊരു ബ്രേക്ക് എടുത്ത് നമുക്ക് ഇതിന് ശേഷം വീണ്ടും കാണാം. അപ്പൊ അതുവരെയും അഡ്വാൻസ്ഡ് ഈദ് മുബാറക് ആൻഡ് ഐ തിങ്ക് ഹാപ്പി വിഷു ടു. ഗുഡ് നൈറ്റ്.